നിലമ്പൂർ എന്നും UDFന്റെ ഒരു സ്ട്രോങ് ഹോൾഡാണ്. അവിടെ ജയിക്കാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അത് ആവശ്യമില്ലെങ്കിലും അതില്ലെങ്കിലും ജയിക്കുമായിരുന്നു. അത്രയും കോൺഗ്രസ്സുകാരെ പുണ്യവാളന്മാരാന്ന് ഞാനും അവകാശപ്പെടുന്നില്ല. ചില കാര്യത്തിൽ എന്നാ വെച്ചാൽ CPM നേതാക്കന്മാരെ അനുകരിക്കുന്ന ശൈലി ഉണ്ടെങ്കിൽ അത് തിരുത്തണം. LDF നേതൃത്വത്തിൽ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണ്. LDF പിണറായി നിൽക്കുന്നുണ്ടോ? ആര് പറഞ്ഞു? പ്രതിപക്ഷ നേതാവ് KPC പ്രസിഡന്റിനെ കുറച്ചൊക്കെ ഒന്ന് എന്താ സൈഡ് ലൈൻ ചെയ്യുകയാണോ ചെയ്തത്? ഞാൻ ഉത്തരം പറയുന്നില്ല. കൊച്ചിയിലെ എയർപോർട്ട് എന്തായിരുന്നു CPM പറഞ്ഞത്? ശർമ്മേനല്ലേ പറഞ്ഞത്? എൻ്റെ നെഞ്ചത്തെ അവിടെ വിമാനം കൊള്ളുന്നു. നമുക്ക് നിലമ്പൂർ ബൈ ഇലക്ഷനിൽ തുടങ്ങാം. നിലമ്പൂർ ബൈ ഇലക്ഷൻ കഴിഞ്ഞ് UDF വിജയിച്ചു. നമുക്ക് പക്ഷേ UDFന് കോൺഗ്രസിന് പ്രതീക്ഷിച്ച ഒരു വിജയം കിട്ടിയോ? ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഒരു 10,000-നും 15,000-നും ഇടയിൽ നിന്നാണ് ഞാൻ പറഞ്ഞവരോട് കൃത്യമായി പറഞ്ഞത്. കാരണം ഞങ്ങൾ ഇതെല്ലാ ഫാക്ടറും കണക്കൂട്ടിയിട്ട് നമുക്ക് വിചാരിച്ചതിനേക്കാൾ വോട്ട് കിട്ടിയ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മൾ വിചാരിച്ചേക്കാൾ മെജോറിറ്റി കിട്ടി. 10,000 എന്ന് പറയുന്നതിൻ്റെ ഒരു നല്ല മാർജിനാണ്. അതിൻ്റെ മുകളിൽ പോയി 11,000 വന്നപ്പോൾ ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ തന്നെ. UDFന്റെ സബ്സ്റ്റാൻഷ്യൽ വോട്ടുകൾ PV അൻവർ കൊണ്ടുപോയി എന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. അത് ഒന്നും കൂടി പരിശോധിക്കേണ്ടതാണ്. രണ്ടും പറയുന്നുണ്ട്. ഞങ്ങളെക്കാളും കഴിഞ്ഞ പ്രാവശ്യം അൻവറിന് കിട്ടിയ വോട്ടുകളാണ്. അതിൽ നിന്ന് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം UDFന് കിട്ടിയ ഒരു വോട്ടും നഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് നമുക്കതിൻ്റെ അരിത്തമാറ്റിക്സ് നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം അൻവറിന് കിട്ടിയ വോട്ടുകളിൽ കുറേയാണ് ഇപ്രാവശ്യം അൻവറിന് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ 2 പ്രാവശ്യം. ഈ നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം അലയടിച്ചു എന്ന് തന്നെയാണോ നമ്മൾ? അത് വേണമല്ലോ മനസ്സിലാക്കാൻ. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയും LDFും എത്രയോ ശക്തമായ പ്രചരണമാണ് നടത്തിയത്. മുഖ്യമന്ത്രി ഇതുപോലെ ഇത്ര ക്യാമ്പ് ചെയ്ത് എല്ലാ പഞ്ചായത്തുകളിലും മുഖ്യമന്ത്രി പോയി, മന്ത്രിമാരെല്ലാവരും ഉണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളെല്ലാം തന്നെ ഹാർഡ് വർക്ക് ചെയ്തു. എന്നിട്ടും അവർക്ക് വലിയ വോട്ട് ചോർച്ചയുണ്ടോ? അല്ല, പക്ഷെ ആ ചോദ്യം വരുന്നത് വെച്ചാൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ കിട്ടേണ്ട തരം വോട്ടുകൾ UDFന് കിട്ടിയിട്ടില്ല. UDF വന്നു, മാനേജ് ചെയ്തേ ഉള്ളൂ. ഇല്ല, 10,000 11,000 എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല. ഈ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ 2011 മണ്ഡലം പുനർനിർണയം ചെയ്തത്. അവിടെ അങ്ങനെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഈ കാളികാവും 1-2 UDF ശക്തി കേന്ദ്രങ്ങളായ മണ്ഡലങ്ങൾ നിലമ്പൂരിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അപ്പം അന്ന് ആര്യാടൻ മുഹമ്മദിനെതിരെ CPMന്റെ സ്വതന്ത്രൻ ജോർജ് തോമസ് മത്സരിക്കുമ്പം അദ്ദേഹത്തിന് 60,633 വോട്ട് കിട്ടുന്നുണ്ട് അന്ന് CPMന്. അതിനുശേഷം അൻവർ 2 തവണ അൻവർ വരുമ്പോഴത്തേക്ക് അൻവറിന് ആദ്യം വലിയ ഭൂരിപക്ഷം കിട്ടുന്നു, രണ്ടാമത് ചെറിയ ഭൂരിപക്ഷത്തിന് തോൽക്കുന്നു. പക്ഷേ ഇപ്പം അൻവർ ഇപ്പം തിരിച്ചു പോയതിന് ശേഷം ഈ സ്വരാജ് മത്സരിക്കുമ്പോഴും സ്വരാജിന് ഈ 60,660 വോട്ട് കിട്ടുന്നുണ്ട്. അല്ല, ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ CPMന്റെ പൊളിറ്റിക്കൽ വോട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അൻവർ പിടിച്ചത് ഒരു 17,000-നും 19,000-നും ഇടയിലുള്ള വോട്ടുകളാണ്. ആ വോട്ട് അൻവർ കൊണ്ടുപോയി, CPM തോറ്റു. പക്ഷെ CPMന് 2011 ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ വോട്ട് ഇപ്പോഴും ഉണ്ട്, 60,000-ൽ പരം വോട്ട്. അപ്പം ഈ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു 4 ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൽ ഈ മറ്റേ തൃക്കാക്കരയും പുതുപ്പള്ളിയും എന്ന് പറയുന്നത് ഒരു വലിയ വേറൊരു തരം വൈകാരികമായ ഇലക്ഷൻ ആയിരുന്നു. അതിൽ നമ്മൾ ഭൂരിപക്ഷം ഒരുപാട് മെച്ചപ്പെടുത്തി. പാലക്കാട് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരുന്നു. പക്ഷേ CPMന്റെ കയ്യിലിരുന്ന ചേലക്കര നമ്മൾ ജയിച്ചില്ല. ഗണ്യമായിട്ട് ഭൂരിപക്ഷം കുറഞ്ഞു, ജയിച്ചില്ല. ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നെങ്കിൽ അതല്ല, ചേലക്കര തന്നെയാണ് ബെസ്റ്റ് എക്സാമ്പിൾ. പക്ഷേ ചേലക്കര 38,000 12,000 ആയിട്ട് കുറഞ്ഞു. പക്ഷെ ജയിക്കുക എന്നുള്ളതാണ്. അല്ലല്ല, അത് വ്യത്യാസമുണ്ട്. ചോദ്യം ഇതാണ്, അൻവർ കൊണ്ടുവന്ന വോട്ട് അൻവർ കൊണ്ടുപോയി. അതാണ് അതുകൊണ്ട് CPM ഗവൺമെന്റിനെതിരെ ആന്റി ഇൻകുംബൻസി വികാരം സ്ട്രോങ് ആണെന്ന് എങ്ങനെ പറയുന്നുള്ളതാണ് ചോദ്യം. വോട്ട് മാത്രമാണെന്ന് കണക്കരുതണ്ട. അൻവർ കൊണ്ടുവന്ന വോട്ട് മാത്രമാണെന്ന് CPM അങ്ങനെ പറയുന്നുണ്ടോ? അല്ല, അല്ലെങ്കിൽ ഈ 2011 അതേ വോട്ടുകൾ CPMന് ഇപ്പോഴും നിലനിർത്താൻ കഴിയുന്നത് എങ്ങനെയാണ്? 11-നേക്കാൾ വോട്ട് എത്ര കൂടി? 11-നേക്കാൾ എത്ര വർഷമായി? 15 വർഷമായി. വോട്ട് എത്ര കൂടി? പുതിയ ആളുകൾ എത്ര പേര് വോട്ട്? 7,000 വോട്ട് കൂടിയിട്ടുണ്ട്. അല്ലല്ല, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളാണ്. അത് 21-നേക്കാളാണ് 7,000 കൂടിയത്. 11-നേക്കാൾ ഒരു 15,000 20,000 വോട്ട് കൂടിയിട്ടുണ്ട്. വേറൊരു സംശയം, നിലമ്പൂർ എന്നും UDFന്റെ ഒരു സ്ട്രോങ് ഹോൾഡാണ്.
അവിടെ ജയിക്കാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അത് ആവശ്യമില്ലെങ്കിൽ അതില്ലെങ്കിലും ജയിക്കുമായിരുന്നു. പിന്നെ എന്തിനാണ് ഇത്രയും അല്ല, വലിയ ഞങ്ങൾ ആരുടെ controversy? ഞങ്ങൾ ആരുടെ ആവശ്യപ്പെട്ടില്ല. അവർ വൈറ്റ് വാഷിങ് ചെയ്തിട്ടില്ല, ഒരു വൈറ്റ് വാഷും ചെയ്തിട്ടില്ല. അങ്ങനെ അങ്ങനെ ഉണ്ടെന്ന് വരുത്താൻ LDF നടത്തിയ ശ്രമങ്ങളെ ഞങ്ങൾ ചെറുക്കുക മാത്രമാണ്. അല്ലല്ലോ, ഓപ്പോസിഷൻ ലീഡർ പറഞ്ഞല്ലോ. ഇല്ല, അത് അവരോട് മറുപടി മാത്രമേ പറഞ്ഞു. അല്ല, VD സതീശൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പഴയതുപോലെയൊന്നുമില്ല, പഴയ നിലപാടുകളെല്ലാം മാറി. പക്ഷെ അങ്ങയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീർ TK അബ്ദുള്ള, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഇപ്പോൾ വീഡിയോ ഭയങ്കര വൈറലാണ്, വേണമെങ്കിൽ ഞാൻ കേൾപ്പിക്കുകയും ചെയ്യാം. അദ്ദേഹം പറയുന്നത് ഈ ഡെമോക്രസിയും സെക്യുലറിസവും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പദം കൊണ്ട് കളിക്കുന്നതാണ്. ഞങ്ങളുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല, നമുക്കിവിടെ ജീവിക്കണ്ടേ എന്നുള്ളതാണ്. അപ്പം പ്രശ്നം എന്ന് പറയുന്നത് ഡെമോക്രസിയും സെക്യുലറിസത്തിലൊന്നും വിശ്വാസമില്ലാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി എന്താ പറഞ്ഞേ, ഭരണഘടന കുന്തവും കുടച്ചക്രം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇത്രയും ലളിതമാണോ? അതാ സജീചെറിയാൻ പറഞ്ഞത് മന്ത്രിയുടെ പോസ്റ്റിലിരിക്കുന്ന ആളാ, അതിനെയാണ് ഗവൺമെന്റ് വൈറ്റ് വാഷ് ചെയ്തത്. ഞാൻ മറ്റവരുടെ ന്യായീകരിക്കല്ല. അല്ല, സജീചെറിയാൻ അത് പറഞ്ഞു എന്നുള്ളത് നമുക്ക് ജമാഅത്തെ ഇസ്ലാമിയോട് അതിനെ ന്യായീകരിക്കാനല്ല, അത് പ്രസംഗത്തിൽ വരുന്ന ചില ആളുകൾ എംഫസൈസ് ചെയ്ത് പ്രസംഗത്തിൽ പറയുന്നതാണ്. അവരുടെ നയങ്ങളോട് ചോദിച്ചിട്ടല്ല. ഇലക്ഷനിൽ അത് പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അത്രേ ഉള്ളൂ. അല്ല, ഒന്നുമില്ല. ഹൂ ടോൾഡ് യു? അവരങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നത്തിങ്. ഇല്ലില്ല, അതൊന്നും ഞങ്ങളെ മുമ്പിൽ ചർച്ചയ്ക്ക് പോലും വന്നിട്ടില്ല. അല്ല, പക്ഷെ ഇത്തരം ഒരു പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ മുഖത്തെ ഇത്ര എളുപ്പത്തിൽ നമുക്ക് കൈകോർത്ത് LDF എല്ലാ കാലത്തും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണ്, LDFനെ അവർ സപ്പോർട്ട് ചെയ്തപ്പോൾ അവരെ LDF നന്നായിട്ട് വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ട്. LDFനെ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവരെ കുറ്റക്കാരാക്കുന്നു. ചോദ്യം എന്ന് പറയുന്നത് CPM ആയാലും കോൺഗ്രസ് ആയാലും ഭരണഘടനയിലും സെക്യുലറിസത്തിലും ഡെമോക്രസിയിലും വിശ്വസിക്കുന്ന പാർട്ടികൾ, നിങ്ങളെ പോലുള്ള പാർട്ടികൾക്ക് CPM അത് നെയിം സേക്കിനേ ഉള്ളൂ. അവര് ഭരണഘടനയെ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് സജീറിയാനെ വീണ്ടും മന്ത്രിയാക്കിയതോടുകൂടി പറഞ്ഞ കാര്യം അവിടെ ഇല്ലേ? അല്ല, അത്തരം പാർട്ടി പറഞ്ഞ കാര്യം അവിടെ ഇല്ലേ? ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, ഗളച്ഛേദം ചെയ്തതിന്റെ 50ാം വാർഷികത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് അത് പറയരുത്. അല്ലല്ല, അതൊന്നുമല്ല. ഞാൻ അത്രയും ഗളച്ഛേദം ചെയ്തത് ഞാൻ വിശ്വസിക്കുന്നില്ല. എമർജൻസി അത് ഭരണഘടനാ പ്രൊവിഷൻ ആണ് ഉപയോഗപ്പെടുത്തിയത്. അതൊരു തെറ്റായി പോയി ഇപ്പോഴും തോന്നുന്നില്ല. അല്ല, പൂർണ്ണമായിട്ടും തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് വ്യത്യസ്ത വശങ്ങളുണ്ട്. തെറ്റാണെന്ന് രാഹുൽ ഗാന്ധി വരെ അത് ഞാൻ പറഞ്ഞെന്താ, പൂർണ്ണമായിട്ട് അത് അന്നത്തെ സാഹചര്യത്തിലാണ്. അത് ഭരണഘടനാ പ്രൊവിഷൻ അനുസരിച്ചാണ്. അന്നത്തെ കാലത്ത് അത് അനിവാര്യമായിരുന്നു. അന്നത്തെ സാഹചര്യത്തിലാണ്. അതും പിന്നെ അത് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ എന്താ, AK ആന്റണി തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഗോഹട്ടിയിൽ പ്രസംഗിച്ചിട്ടാണ് കോൺഗ്രസിന്റെ അകത്ത് തന്നെ അതിനെതിരായിട്ടുള്ള ആശയങ്ങളുണ്ടായി. അവസാനിപ്പിക്കേണ്ട സന്ദർഭം വന്നപ്പോൾ അവസാനിപ്പിച്ചു. ഇത് അനിവാര്യമായിരുന്നു. അനിവാര്യമല്ല, അതിന് സാഹചര്യങ്ങൾ മൊത്തത്തിൽ പരിശോധിക്കണം. ഇതിൽ ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പൊ അങ്ങ് മാത്രമല്ല, VT ബൽറാം ഇന്നൊരു ഇത് ഇട്ടിട്ടുണ്ട്. പല കോൺഗ്രസ് നേതാക്കളും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാനിപ്പോ ഈ പറയുന്നത് നിങ്ങൾ പറയുന്നില്ലേ, BJP-ക്കാർ സ്വാതന്ത്ര്യ സമരത്തിൽ എവിടെ ഉണ്ടായിരുന്നു? അടിയന്തരാവസ്ഥ ത്യാഗത്തെ കുറിച്ച് പറയുമ്പോൾ CPI അവരോട് ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ അവരോട് ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലേ? ഇല്ലല്ല, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അവരെവിടെയായിരുന്നു? വെറുതെ BJP-ക്കാരെവിടെയായിരുന്നു? അവരിതിനെ വലിയ ഹൈലൈറ്റ് ചെയ്തു. അല്ല, ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിന് അവരിതിനെ വലിയ ഹൈലൈറ്റ് ചെയ്തു എന്തുകൊണ്ടാണ് ഈ അടിയന്തരാവസ്ഥ? അതിനേക്കാൾ ഇന്നത്തെ BJP ഗവൺമെന്റിന്റെ ജനാധിപത്യ മതേതര വിരുദ്ധ നയങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ അത് ഇതിനേക്കാൾ ലെസറായിരുന്നു. It is a lesser evil. Emergency was a lesser evil when compared to the present evil. When compared to Gujarat, when compared to Manipur. അങ്ങനെ ഒരിക്കലും ഒരു കേന്ദ്ര ഗവൺമെന്റ് അത്തരത്തിൽ പോയിട്ടില്ല. അത് ഭരണഘടന അനുസൃതമായിരുന്നു. അന്നത്തെ സാഹചര്യങ്ങൾ അതിലേക്ക് നയിച്ചു. നമുക്ക് ഈ ഇലക്ഷനിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഇലക്ഷനിൽ പൊതുവെ ചർച്ചയായതൊരു കാര്യം പതിവിലിന് വിരുദ്ധമായിട്ട്, അല്ലെങ്കിൽ KPC പ്രസിഡന്റും ഓപ്പോസിഷൻ ലീഡറും ഒരുമിച്ച് ഇലക്ഷൻ നയിക്കുന്ന ഒരു പാറ്റേണിൽ മാറിയിട്ട്. പതിവിലിന് വിരുദ്ധമൊന്നുമല്ല, that was the tradition, that was the president. പ്രതിപക്ഷ നേതാവ് മുന്നിൽ നിന്ന് നയിച്ചു എന്നുള്ളൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയ ഒരു ഇലക്ഷനാണ്. പ്രതിപക്ഷ നേതാവ് KPC പ്രസിഡന്റിനെ കുറച്ചൊക്കെ ഒന്ന് സൈഡ് ലൈൻ ചെയ്യുകയാണോ ചെയ്തത്? ഞാൻ ഉത്തരം പറയുന്നില്ല. ഞാൻ ഉത്തരം പറയുന്നില്ല. ആ ചോദ്യം ഉദിക്കുന്നില്ല.
അല്ല, ആ സംശയമല്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ജയിച്ചാൽ ഇതിന്റെ ക്രെഡിറ്റ് എല്ലാവർക്കുമാണ്, തോറ്റാൽ ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്ന് പറഞ്ഞു. അതിലൊരു സ്വരമുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനാണ് ഇത് മുന്നിൽ നിന്ന് നയിക്കുന്നത്, തോക്കുന്നെങ്കിൽ ഞാൻ ക്രെഡിറ്റ് ഏറ്റെടുക്കും എന്ന് പറഞ്ഞാൽ ഞാനാണ് എന്നുള്ളത്. അത്തരം ഇതൊരു ചർച്ചയായിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് അത് ചോദിക്കുന്നത്. അങ്ങനെ ഒരു എൻ്റെ പോയിന്റ് UDFന്റെ കൂട്ടായ നേതൃത്വമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജയിത്തിൻ്റെ ഉത്തരവാദിത്വം ജനങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു സൈഡ് ലൈൻ ചെയ്യലോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയുടെ ഒന്നും ഒരു വിഷയമൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് UDFന്റെ ടോട്ടൽ ലീഡർഷിപ്പാണ്. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർഷിപ്പാണ്. അദ്ദേഹം UDF എന്ന് പറയുന്ന എല്ലാ ഘടകങ്ങളും കൂടുന്നതിൻ്റെ സിസ്റ്റത്തിൻ്റെ അകത്തെ ഹെഡാണ്. ആ ചോദ്യം വരാൻ കാരണം ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ ആര് പറഞ്ഞു? ഹു ടോൾഡ് യു? അല്ല, ഈ ഇലക്ഷന്റെ രണ്ടുപേർക്കും അറിയാമോ? നമുക്ക് രണ്ടുപേർക്കും അറിയാം നമ്മൾ ഈ പറയുന്ന കാര്യം. ഇല്ലില്ല, ഒന്നുമില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾ പറയുമ്പം ഒന്ന്, ഞാൻ പ്രസിഡൻ്റായ ഉടനെ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ നേരത്തെ തുടങ്ങിയതാ. ഞാൻ പ്രസിഡൻ്റ് ആകുന്നതിന് മുമ്പേ തുടങ്ങിയതാ. ഈ ഇലക്ഷൻ ചിലപ്പം നടക്കൂലാതായിരുന്നു. ഞാൻ പ്രസിഡൻ്റായ ഘട്ടത്തിൽ ഇമ്മീഡിയറ്റ്ലി ഞാൻ പ്രസിഡൻ്റായ ഉടനെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത്. അല്ല, ഈ ചോദ്യം വരാൻ കാരണം സാർ, ഈ ഇലക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, അതിപ്പോ ആര്യാടനെ നിർത്തണം എന്നുള്ള ഡിസിഷൻ, ജമാഅത്ത് ഇസ്ലാമിയുടെ ഡിസിഷൻ, അൻവറിനെ എടുക്കണ്ട എന്നുള്ള ഡിസിഷൻ, മെയിനായിട്ട് നിങ്ങൾ പറഞ്ഞുതരാം. നോട്ട് ഫോർ കാർലിംഗ് മെയിനായിട്ട് പറഞ്ഞുതരാം. കാൻഡിഡേച്ചർ ആര് വേണമെന്ന് ആലോചിച്ചത് ഞങ്ങൾ രണ്ടുപേരും കോൺഗ്രസിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി മെമ്പർമാരെ എല്ലാവരെയും ബന്ധപ്പെട്ടു, ഇൻക്ലൂഡിങ് എ കെ ആന്റണി പേര് പറഞ്ഞില്ല. മുതിർന്ന എല്ലാ നേതാക്കന്മാരെയും ബന്ധപ്പെട്ടു, അവരുടെ ഒപ്പീനിയൻ കേട്ടു. കോൺഗ്രസിന് വ്യക്തമായ ഇലക്ഷൻ കമ്മിറ്റിയുണ്ട്, കൃത്യം എണ്ണം 37 ആണ്. എവരി മെമ്പർ വാസ് കൺസൾട്ടഡ്, ബോത്ത് മൈസെൽഫ് ആൻഡ് CLP ലീഡർ എല്ലാവരെയും വിളിച്ചു. കാരണം പെട്ടെന്ന് മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ കഴിയില്ലായിരുന്നു, ബോത്ത് ഓഫ് അസ് ടുഗദർ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ AICCക്ക് ഇന്നതാണ് ഇവിടുത്തെ ഒരു പൊതുധാരണ അല്ലെങ്കിൽ പൊതുവികാരം എന്നുള്ളത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുന്നത്. ഈ ജമാഅത്ത് ആരുടെ തീരുമാനമായിരുന്നു? അവരിങ്ങോട്ട് വന്നതല്ലേ, ഞങ്ങളാരും പറഞ്ഞിട്ടുണ്ടോ? അല്ലാതെ സണ്ണി ജോസഫോ കുഞ്ഞാലിക്കുട്ടിയോ ഒന്നും ജമാഅത്തിന്റെ വിഷയത്തിൽ പരസ്യമായിട്ട് പറഞ്ഞത് ഇല്ലില്ല. അതൊരു കാര്യമുണ്ട്. ആദ്യം പത്രക്കാരെടുത്ത് ചെല്ലുന്നു, ചിലപ്പോൾ അവർ പറയും. പിന്നെ സംസാരിക്കുന്ന ശൈലിക്കകത്ത് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. എവിടെയാണ് അവൈലബിൾ ആണെന്നുള്ളത് ചിലപ്പോൾ ഞാൻ തിരുവനന്തപുരത്തുണ്ട്, ചിലപ്പോൾ വേറൊരു കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ന് ഇവിടെ തിരുവനന്തപുരത്തല്ല മലപ്പുറത്തായിരിക്കും. അപ്പം നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ സംസാരിക്കും എന്നല്ലാതെ. VD സതീശൻ ഇത് പറയുമ്പോഴും ഇന്നത്തെ പത്രത്തിലുണ്ട്, MK മുനീർ പറഞ്ഞിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒരു തരത്തിലും യോജിക്കാൻ ലീഗിൽ. അത് ഞങ്ങൾ ആരും ഡിനൈ ചെയ്തിട്ടില്ലല്ലോ. ആരെങ്കിലും ഡിനൈ ചെയ്തിട്ടുണ്ടോ? ആരെയും പറഞ്ഞോ? ഇന്നലെ എന്നോട് ആരോ ഇൻട്രസ്പ്രസിൽ നിന്ന് തന്നെ ആരോ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ധാരണയുണ്ടോ? ഞാൻ പറഞ്ഞു ആരും ഹൂ ടോൾഡ് യു എന്ന് ഞാൻ പറഞ്ഞു. പ്രസിഡന്റ്, വേറൊരു സംശയം, ഈ VS ജോയിയെ മാറ്റിയിട്ട് ആര്യാടനെ നിർത്താനുള്ള എന്തായിരുന്നു ഒരു സാഹചര്യം? ജോയിനെ മാറ്റിയിട്ടെന്ന് പറഞ്ഞു, ജോയിനെ തീരുമാനിച്ചത് നിങ്ങളോട് ജോയി അവിടെ പ്രവർത്തനങ്ങൾ ആര് പറഞ്ഞു? ഹൂ ടോൾഡ് യു? അഗൈൻ ഐ ആം ആസ്കിങ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഗ്രൗണ്ടിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. ഇല്ല, ഗ്രൗണ്ടിൽ നിന്ന് ആര് പറഞ്ഞു? ജോയി പറഞ്ഞിട്ടുണ്ടോ? ജോയിനെ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. മാറ്റിയിട്ടെന്ന് പറയുമ്പോൾ ജോയി ആയിരിക്കും എന്നുള്ളത് അവിടെ ഉണ്ടായിരുന്നല്ലോ. ഹൂ ടോൾഡ്? ജോയിക്ക് പോലും ഇംപ്രഷൻ ഇല്ല. മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഇംപ്രഷനായിരിക്കും, ജോയിക്ക് പോലും ഇംപ്രഷനില്ല. പക്ഷെ ജോയിയുടെ പേരും ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ അത്രയും പറയാറില്ല. ജോയിയുടെ പേരും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ രണ്ടുപേര് ചർച്ച ചെയ്തതിൽ കൃത്യമായി പറഞ്ഞാൽ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഇലക്ഷൻ കമ്മിറ്റി have proposed the name of Aryadan Shaukat. That is why we have recommended that particular name. Otherwise, I don't know. താങ്കൾ നേരത്തെ പറഞ്ഞപ്പോൾ ഈ സതീശന്റെ ശൈലിയുടെ കാര്യം പറഞ്ഞു. ഈ ശൈലിയിലെ ഒരു മാറ്റം, ഞങ്ങൾ ഈ ചോദിച്ച ചോദ്യങ്ങളുടെ ഒക്കെ ഒരു പ്രകടമായ ആസ്പെക്ട് എന്താ വെച്ചാൽ ഈ ശൈലി മാറ്റം വളരെ പ്രകടമാണ്. അതായത് കുറേയൊക്കെ മുൻപ് സി പി എമ്മിന് കൽപ്പിച്ചു കൊടുത്തിരുന്ന ഒരു വളരെ പ്രകടമായ അരഗന്റായ ശരീരഭാഷയാണ് പ്രതിപക്ഷ നേതാവിനെന്ന് പൊതുവിൽ കേരള സമൂഹം വിശ്വസിക്കുന്നത്. ഇല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ നിയമസഭയിൽ കഴിഞ്ഞ ടൈമിൽ അദ്ദേഹം ഞാൻ അടുത്തടുത്ത സീറ്റായിരുന്നു. 2 സീറ്റ് ഞങ്ങളാണ് ഷെയർ ചെയ്തത്. ഇപ്രാവശ്യം അദ്ദേഹം പ്രതിപക്ഷ നേതാവാകാൻ ആദ്യം പറഞ്ഞത് ഞാനാണ്. അദ്ദേഹത്തിൻ്റെ പേര് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അത് ഇന്ത്യൻ എക്സ്പ്രസിൽ തന്നെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. സണ്ണി ജോസഫ് എലോൺ പ്രപ്പോസ് ദ നെയിം ഓപ്പൺലി. അദ്ദേഹത്തിനേക്കാൾ വളരെ സീനിയറായ നേതാവാണ് താങ്കൾ പാർട്ടി. അല്ല, പ്രായം മാത്രം പൊളിറ്റിക്സിൽ. അപ്പോൾ രാഹുൽ ഗാന്ധിയേക്കാൾ സീനിയർ ആയിട്ടുള്ള എത്ര പേരുണ്ട്? പ്രായമല്ല, DCC പ്രസിഡന്റ് ആയതും. പ്രായം മാത്രമല്ല
ഏതൊക്കെ പോസ്റ്റിൽ പ്രവർത്തിക്കാൻ സാധിച്ചു? അസംബ്ലിക്കകത്ത് ഞാൻ വരുന്നതിന് 15 കൊല്ലം മുമ്പ് അദ്ദേഹം വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് വക്കീൽ കുറച്ചും കൂടെ നേരത്തെ വരേണ്ടതായിരുന്നു. പ്രസിഡന്റ് ഈ ശരീരഭാഷയുടെ കാര്യം പറഞ്ഞപ്പോൾ ശരീരഭാഷയിൽ എന്നാ വി.ഡി. സതീശന്റെ മാത്രമല്ല യുവ നേതാക്കളുടെ ആണെങ്കിലും ശരീരഭാഷ ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, എന്റെ ശരീരത്തിന്റെ രീതിയാണോ അവരുടെ? എല്ലാ CPM നേതാക്കളിൽ ആരോപിക്കപ്പെട്ടിരുന്ന ധാർഷ്ട്യത്തിന്റെ ഭാഷ ഇപ്പോൾ യുവ നേതാക്കൾ ഒരു ഭാഷ ഉണ്ടായിട്ടില്ല. ഒരു കാര്യം ചെയ്യട്ടെ, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എടാ ഗോപാലകൃഷ്ണൻ എന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും നീർഷജീവി എന്ന് ഞങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? പോലീസ് ഓഫീസർ എടാ പോടാന്ന് വിളിച്ചിട്ടുണ്ട്. അത്രയല്ലേ വിളിച്ചിട്ടുള്ളൂ. ഹൈക്കോടതി ജഡ്ജിമാരെ എങ്ങനെയാ വിളിച്ചത്? MP ജയരാജൻ ഹൈക്കോടതി ജഡ്ജിമാരെ ഞങ്ങൾ ആരെയെങ്കിലും കേരളത്തിലെ അറിയപ്പെടുന്ന ഇന്ത്യയിലെ നല്ല പാർലമെന്റേറിയനായ ഒരാളെ പരതാറിന്ന് ഞങ്ങളാരും വിളിച്ചിട്ടില്ലല്ലോ. ഒരിക്കലും കോൺഗ്രസിന്റെ ഒരു നേതാവും ഈ ഇലക്ഷന്റെ പ്രചരണത്തിലോ ഈ സമീപകാലത്തോ തെറ്റായ ഒരു ശൈലിയിലും ഒരു ഭാഷയിലും ആരും പെരുമാറിയിട്ടില്ല. പാരിതോഷികം തരാമെന്ന് നമ്മുടെ ഒരു UA-MLA ഒരാളെ ത്രെട്ടൺ ചെയ്തതാണ് ഓപ്പൺ ആയിട്ട്. അതൊക്കെ അന്നേരത്തെ കോണ്ടെക്സ്റ്റില് ചില കാര്യത്തിൽ എന്നാ വെച്ചാൽ CPM നേതാക്കന്മാരെ അനുകരിക്കുന്ന ശൈലി ഉണ്ടെങ്കിൽ അത് തിരുത്തണം. അതെ, അതാണ് ചോദ്യം. കാരണം കോൺഗ്രസിൽ നിന്ന് നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല, ഒരു സൗമ്യത. അത്രയും കോൺഗ്രസ്സുകാരെ പുണ്യവാളന്മാരാന്ന് ഞാനും അവകാശപ്പെടുന്നില്ല. അത്രയും പുണ്യവാളന്മാരാണെന്ന് ഇവരൊക്കെ എല്ലാവരെയും കണ്ടു പഠിക്കുന്ന. ഈ കോൺഗ്രസിൽ അങ്ങനെ ഒരു സതീശനിസം എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടോ? അറഗൻസിന്റെ സതീശൻ ഈസ് എ വെരി സ്ട്രോങ് ലീഡർ ഓഫ് ദ കോൺഗ്രസ് പാർട്ടി ആൻഡ് ഈസ് എ ലീഡർ ഓഫ് ദ CLP ആൻഡ് ഈസ് എ വെരി പ്രോമിനന്റ് ലെജിസ്ലേച്ചർ ആൻഡ് എ വെരി പ്രോമിസിംഗ് പൊളിറ്റീഷ്യൻ. അപ്പോൾ സതീശനിസം ഉണ്ട്. അറ്റ് ഐ ഹാവ് ഇൻ അഡ്മിറ്റ്. സതീശനിസ് പറയുന്നതിന് ഞാൻ കൃത്യമായിട്ട് നേരത്തെ ഇദ്ദേഹം പറഞ്ഞപ്പോഴും പറഞ്ഞു, ജോയിനെ മാറ്റി എന്ന് പറഞ്ഞപ്പോൾ ഐ ഡിഡിന്റ് അഗ്രി. സതീശനസൊന്നും ഇല്ല, അങ്ങനെയില്ല. ഞാൻ ചോദിക്കാൻ കാര്യം രമേശ് ചെന്നിത്തല കാറ്റഗോറിക്കലി അടിനെ അങ്ങനെയൊന്നുമില്ല. ഈ റീസെന്റ് ആയിട്ട് ഇപ്പോൾ ഒരുപക്ഷെ V.D. സതീശൻ എത്തുന്നത് വരെയുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കുറേ ഒരു ടാക്ടിക്കലായ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. അത് നമുക്ക് AK ആന്റണിയിൽ കാണാം, അതിന് K കരുണാനിൽ കാണാം, ഉമ്മൻചാണ്ടിയിൽ കാണാം, ഒരളവ് വരെ രമേശ് ചെന്നിത്തലയിൽ വരെ കാണാം. പക്ഷെ അത് കഴിഞ്ഞ് V.D. സതീശൻ വരുമ്പോൾ പറയുന്ന ഒരു ലീഡറുടെ അപ്രമാദിത്വം ബാക്കി എല്ലാവരും. അതൊക്കെ നിങ്ങളെ ധാരണ തെറ്റാണ്, വളരെ തെറ്റിദ്ധാരണയാണ്. സതീശന് അദ്ദേഹത്തിൻ്റെ കൂടി നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പുകളിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു. ചേലക്കര ഉൾപ്പെടെ, തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട്, ഇപ്പം നിലമ്പൂർ, ചേലക്കര ഉൾപ്പെടെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു. നന്നായിട്ട് തന്നെ UDF-നെ നേതൃത്വത്തിലിരുന്നു. ഈ നിലമ്പൂർ ഇലക്ഷനിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്താണ്? വളരെ വളരെ ബൃഹത്താണ്, വളരെ ശക്തമാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, തങ്ങൾ, വഹാബ്, PMA സലാം എല്ലാവരും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ശക്തമായി പ്രവർത്തിച്ചു. അണികളും വളരെ ആവേശത്തിലായിരുന്നു. അവരുടെ ഒരു സ്ഥാനാർത്ഥിയേക്കാൾ ആവേശത്തോടെ അവർ ഹരിയാണ ഷൗക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടിയാണ് ഇരുന്നത്. ഈ നിലമ്പൂരിന്റെ ക്രെഡിറ്റും ശരിക്കും ലീഗിന് കൂടി ലീഗിന് അവകാശം. അത് എൻ്റെ UDF ഡിസേർവ്സ് ദ ക്രെഡിറ്റ്. എൻ്റെ UDF അല്ല, ലീഗിന് മാത്രം അവകാശപ്പെട്ടതാണെന്നാണ് പലരും UDF-നകത്ത് തന്നെ കരുതുന്നത്. ആരാ പറഞ്ഞ എനിക്കറിയില്ല. അവരവരുടേതെന്ന് കരുതുന്നു. അത് ഞാൻ പറയുന്നില്ല. ഞാൻ അവർക്ക് മേജർ ഷെയർ, ഈക്വൽ ഷെയർ ഐ ഗിവ് ടു ദം. ഈ നിലമ്പൂരിൽ ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിനോടനുബന്ധിച്ചുള്ള ഒരു സംശയമാണ്. ഈ നിലമ്പൂരിൽ ഈ സ്ഥാനാർത്ഥി നിർണയം മുതലുള്ള പല വിഷയങ്ങളും വരുമ്പം, ഇപ്പം അൻവറിൻ്റെ വിഷയം വരുമ്പോഴത്തേക്ക് അൻവറിൻ്റെ വിഷയത്തിൽ V.D. സതീശൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് UDF ചെയർമാൻ എന്നുള്ള നിലയിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്ത് അറിയിക്കാൻ വേണ്ടി തന്നെ ചുമതലപ്പെടുത്തിയെന്നാണ്. എന്നാൽ അതിന് അടൂർ പ്രകാശ്, ഇത് അതിന് മുമ്പാണ്, അടൂർ പ്രകാശും അങ്ങും സ്ഥാനമേൽക്കുന്നതിന് മുമ്പാണ്. അടൂർ പ്രകാശ് UDF കൺവീനറായി സ്ഥാനമേറ്റതിന് ശേഷം ഒരു ഓൺലൈൻ യോഗം നടന്നിരുന്നു. ആ ഓൺലൈൻ യോഗത്തിൽ വെച്ച് തീരുമാനിച്ചത് അടൂർ പ്രകാശിനോട് അൻവറിനോട് സംസാരിക്കാനും അതനുസരിച്ച് അടൂർ പ്രകാശ് അൻവറിനോട് സംസാരിക്കുകയും പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞു അൻവറിനെ വളരെ മയപ്പെടുത്തിക്കൊണ്ട് വരികയാണെന്ന്. രമേശ് ചെന്നിത്തല സംസാരിച്ചു, പരസ്യമായി പറഞ്ഞു അൻവറിനെ കൂടി ഉൾക്കൊള്ളണമെന്ന്. K. സുധാകരൻ പറഞ്ഞു, KC വേണുഗോപാൽ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അൻവർ കൂടി വന്നാൽ അത്രയും ഗുണം UDF-ന് ഉണ്ടാകും എന്നുള്ളത് കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞു. ലീഗിന്റെ അതിന്റെ കൂടെ ഞാൻ കൂട്ടിച്ചേർക്കാം, സതീശനും വരണ്ടെന്നല്ല പറഞ്ഞത്. അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചാൽ, കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലമ്പൂർ ബൈ ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണെന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രഖ്യാപിച്ചാൽ
കോൺഗ്രസിൻ്റെ മുന്നണിയിൽ ചേരാൻ അപേക്ഷ നൽകി കാത്തു നിൽക്കുന്ന ഒരാൾ, അദ്ദേഹം എന്താ പറയണ്ടേ? അദ്ദേഹം ആരെങ്കിലും പറയുമോ? ഇനി ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് പറയാം, അല്ല പബ്ലിക്കിലാണ് പറയണ്ടേ, മാധ്യമങ്ങളോടാണ് പറയണ്ടേ? അല്ല, അദ്ദേഹത്തെ അത് പറയാൻ അനുവദിക്കുന്നത് വരെ പ്രശ്നം വഷളാക്കിയതിൽ UDF ലീഡർഷിപ്പ് ഒരു കാര്യമില്ല. സ്ഥാനാർത്ഥിയെ നിർണയിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ പ്രതികരിക്കാൻ UDFിലെ മുസ്ലിം ലീഗ് പോലുള്ള പ്രബല കക്ഷി പോലും തയ്യാറാകുന്നില്ല, ഒരിക്കലും തയ്യാറായിട്ടില്ല. കാരണം അത് മുന്നണി മര്യാദയാണ്. ആ മുന്നണി മര്യാദയുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് നടത്തിയത്. അതാണ് ഈ വിഷയത്തിൻ്റെ അടിസ്ഥാന കാരണം. നെവർ എ കറക്റ്റഡ് ദാറ്റ്. ഒരിക്കൽ പോലും അദ്ദേഹം തിരുത്തിയിട്ടില്ല. മനസ്സിലായി? എപ്പോഴെങ്കിലും തിരുത്തിയിട്ടുണ്ടോ? ഞാനെന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞേ അത് തിരുത്തണം ഫസ്റ്റ് ഓഫ് ഓൾ എന്നാ പറഞ്ഞു. ഞാനും പറഞ്ഞില്ലേ? നിങ്ങളെല്ലാം അനുനയത്തിൻ്റെ ഭാഷ സംസാരിക്കുമ്പോഴും അപ്പുറത്ത് വാതിലടച്ചു എന്നൊരു നിലപാട് VD സതീശൻ എടുക്കുന്നുണ്ടായിരുന്നു. അതിന് കാരണം എന്താണ്? കാരണം അൻവർ ഒരിക്കലും ആ കാര്യത്തിൽ തിരുത്തൽ വരുത്തിയിട്ടില്ല. അതോ അൻവർ നിയമസഭയിൽ VD സതീശനെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ വിഷയമാണോ? അദ്ദേഹം തന്നെ ഖേദം പ്രകടിപ്പിച്ചു, പിൻവലിച്ചു, അതൊക്കെ തീർന്ന കാര്യമാണ്. സതീശന് തീർന്നില്ല എന്നുള്ളതാണോ? ഇല്ല, അത് സതീശൻ തന്നെ പറഞ്ഞല്ലോ, ദാറ്റ് ഈസ് ക്ലോസ്ഡ്. പറയുന്ന കാരണം കൊണ്ടാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരേ സംസാരിക്കേണ്ടതായിരുന്നു. അല്ലല്ല, അദ്ദേഹത്തിന് എന്താ വെച്ചാൽ UDFിന്റെ ചെയർമാനായിട്ട് നിൽക്കുമ്പോൾ ഇതിന്റെ തുടക്കത്തിൽ അത് കാരണം. പിന്നെ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിനെയാണ് അൻവർ അനാവശ്യമായിട്ട് അക്യൂസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം മറുപടി പറയാൻ അദ്ദേഹം നിർബന്ധിതനാവും. ഈഗോ ഇഷ്യൂ അല്ലേ എന്നാണ്? ഈഗോ ഇഷ്യൂ അല്ല, വളരെ റീസണബിൾ ആയിട്ട് മാത്രമേ സതീശൻ പറഞ്ഞു. താങ്കൾ തന്നെ ഇപ്പൊ പറഞ്ഞു അൻവർ മാപ്പ് ചോദിച്ചു കഴിഞ്ഞു, പിന്നെ അത് പഴയ ഇഷ്യൂ ഒരിക്കലും സതീശനും ഉയർത്തിയിട്ടില്ല. ഇപ്പം കൃത്യമായി പറയുന്ന ഒരു കാര്യം, സതീശനും ഞങ്ങളെല്ലാവരും ഒരേപോലെ പറഞ്ഞതും UDF യോഗത്തിൽ വന്നതുമായ വിഷയം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ നിങ്ങളുടെ കടത്തി പറഞ്ഞോട്ടോ. നിങ്ങളുടെ കടത്തി പറഞ്ഞ എന്നാ VS ജോയിക്ക് എന്താ ഗോഡ് ഫാദർ ഇല്ലാത്തതുകൊണ്ട് അത്രയും പറയാമോ? അത്രയും പറയാൻ പാടില്ലല്ലോ. അങ്ങനെ എനിക്കതൊരു ഗോഡ് ഫാദർ ഞാൻ സ്ഥാനാർത്ഥിത്വം എനിക്ക് കിട്ടിയില്ല 3 പ്രാവശ്യം. എനിക്ക് ഗോഡ് ഫാദർ ഉണ്ടായിട്ട്. ഈ കൗണ്ടിങ്ങിന്റെ അന്ന് താങ്കൾ തന്നെ ചാനൽസിനോട് പറയുന്നുണ്ടായിരുന്നു വാതിലൊന്നും അടച്ചിട്ടില്ല, താക്കോൽ ഇപ്പോഴും കൈവശം. ദാറ്റ്സ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ്. ഞാൻ എന്താ പറഞ്ഞേ? വാതിലാവുമ്പോൾ ദാറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഐദർ വേ. ദാറ്റ് ക്യാൻ ബി ഓപ്പൺ, ദാറ്റ് ക്യാൻ ബി ഷട്ട്. ആ സമയത്ത് മതിലാണെങ്കിൽ ദാറ്റ് ഈസ് ക്ലോസ് ഫോർ എവർ. അതെ, എൻ്റെ PA ഉണ്ട്. എൻ്റെ PA എന്നോടത് പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത് പഴശ്ശി ഡാമിൻ്റെ ഷട്ടർ മഴക്കാലത്ത് ഉയർത്താൻ പറ്റിയില്ല. മഴക്കാലത്ത് ഷട്ടർ വലിയ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടലുണ്ടായപ്പോൾ മഴക്കാലത്ത് ഉയർത്താൻ പറ്റാത്തതുകൊണ്ട് ഇരിട്ടി ടൗണിൽ വെള്ളം കയറി എൻ്റെ ടൗൺഷിപ്പ് വെള്ളത്തിലായി പോയി. അപ്പോൾ അവിടെ ജഡ്ജി കാണാൻ വന്നു, ജില്ലാ ജഡ്ജി കാണാൻ വന്നത്. അപ്പോൾ ഞാനും ഉണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു വാക്കുണ്ട്, വാട്ട് ഈസ് മെൻ ബൈ ഷട്ടർ ഓപ്പറേഷൻ? ഷട്ടർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ലിഫ്റ്റഡ് ഓൾസോ. അത് ഉയർത്താനും കൂടെ പറ്റും. ഞാനത് ജനറലായിട്ടേ പറഞ്ഞുള്ളൂ. ഞാനൊരു ജനറലായിട്ട് ഡോർ ആകുമ്പോൾ ദാറ്റ് ക്യാൻ ബി ഓപ്പൺ, ദാറ്റ് ക്യാൻ ബി ക്ലോസ്ഡ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ദാറ്റ് ഈസ് നൗ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. പക്ഷേ തുറക്കപ്പെടാം. അത് ഞാനിപ്പോൾ പറയുന്നില്ല, പ്രവചിക്കുന്നില്ല. അല്ല, ഇറ്റ്സ് ക്ലോസ്. പക്ഷേ ഞങ്ങളുടെ സംശയം, why you are so much particular that it should be open? No, we are not particular. We just want to know whether it is a completely closed chapter. As it is closed. As on day it is closed. പിന്നെ എപ്പോഴും വേണമെങ്കിലും ഈ വിഷയം ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഇപ്പോഴേ നമ്മൾ പ്രവചിക്കേണ്ട ആവശ്യമില്ല. ഡിപ്പെൻസ് അപ്പോൺ. KPCC പ്രസിഡന്റ് അംഗങ്ങൾക്ക് മുമ്പ് K. സുധാകരൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് VD സതീശൻ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് അപ്പോയിന്റ് ചെയ്തത് ACC. അല്ലല്ല, തെറ്റാ. അല്ലല്ല, സതീശൻ ആദ്യം വന്നു, സുധാകരൻ. അപ്പം അന്നെല്ലാം സതീശൻ ഈ പത്രസമ്മേളനങ്ങളിലടക്കം പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ ഈ KPCC പ്രസിഡന്റാണ് കോൺഗ്രസിലെ അവസാന വാക്ക് എന്ന് അദ്ദേഹം. ഞാൻ അത്രയും ഏറ്റെടുക്കുന്നില്ല. ഞാൻ അവസാന വാക്കേ അല്ല. ഞാൻ ഐ വിൽ ബി മേക്കിംഗ് മൈ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഓൾ ദ സീനിയർ ലീഡേഴ്സ്. അവസാന വാക്ക് എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ അവസാനം പോലും പറയാറുണ്ട് KPCC പ്രസിഡന്റ് അവസാനത്തെ വാക്ക്. എന്നെ ചില ആളുകൾ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഉത്തരവാദിത്വമാണ്, അധികാരമല്ല.
പക്ഷേ ഈ അവസാനം നമ്മൾ കണ്ടത് ഈ VD സതീശനും KPCC പ്രസിഡന്റും കൂടെ ആദ്യം മൈക്കിൽ ആര് പറയും എന്നുള്ളൊരു തർക്കമാണ്. അപ്പം അത്തരത്തിലേക്ക് പോകുമ്പോൾ അവസാന വാക്ക് അല്ല, KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ ഒരു അവസാന വാക്ക്, കോൺഗ്രസിന്റെ നിങ്ങൾ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം KPCC പ്രസിഡന്റ് തന്നെയായിരിക്കും പറയേണ്ടത്. അവസാനത്തെ ഒന്നല്ല, അതിന് അപ്പീലില്ലേ? അതിന് അപ്പീലുണ്ടല്ലോ, ACC ഉണ്ടല്ലോ. ഈ പ്രതിപക്ഷ നേതാവുമായിട്ട് മൈക്കിന് അടികൂടാത്ത ഒരു KPCC പ്രസിഡന്റിനെ വേണം എന്നുള്ളത് എന്ന് പറഞ്ഞിട്ടൊരു തമാശയുണ്ട്. അപ്പൊ അത് തന്നെയായിരിക്കുമോ അങ്ങനെ ഒരു അടി? അത് ഉണ്ടാക്കാൻ നിങ്ങൾ നോക്കണ്ട. അല്ലല്ല, ഞങ്ങൾക്ക് അടിയൊന്നും ഉണ്ടാക്കണമെന്നല്ല, ചോദ്യം ഇത്രയേ ഉള്ളൂ. അതായത് മുൻപ് ഈ സുധാകരൻ ഉണ്ടായിരുന്നു. ഇപ്പൊ സതീശന്റെ ഒരു ആഗ്രഹമാണ് അത്രയും എന്നോട് അടികൂടാത്തൊരു ലോ പ്രൊഫൈൽ. ഇല്ല, എന്റെ പേരിലെ കുറിച്ചാ പറയുന്നത്. നിങ്ങൾ സതീശിനേക്കാളും സുധാകരനാ എന്റെ തലയെ കൈവച്ച് ത്രൈസ് ഹി ഹാസ് ബ്ലെസ്ഡ് മീ, ത്രൈസ് 3 പ്രാവശ്യം. ആകുന്നതിന് മുമ്പ് പറഞ്ഞു, സണ്ണി താനാണെങ്കിൽ ഞാൻ തന്നെ തലയെ കൈവച്ച് അനുഗ്രഹിക്കുന്നു പറഞ്ഞു. അത് 3 പ്രാവശ്യം ചെയ്തു. അദ്ദേഹം മന്ത്രിയായപ്പോൾ എന്നെയാണ്, അദ്ദേഹം DC പ്രസിഡന്റ് ആയിരുന്നു, മന്ത്രിയായപ്പോൾ എന്നെയാണ് അദ്ദേഹം പകരം വെച്ചത്. അദ്ദേഹത്തെ കൂടി സജസ്റ്റ് ചെയ്തിട്ട് എന്നെ അദ്ദേഹം കാണുന്നത് ബ്രദർലി ഹീസ് ട്രീറ്റിംഗ് മീ. പക്ഷെ അദ്ദേഹത്തെ മാറ്റാനുണ്ടായ ഒരു സാഹചര്യം ഹൈക്കമാൻഡിന്റെ ഡിസിഷൻ അല്ലേ, ഹൈക്കമാൻഡിന്റെ ഡിസിഷനാണ്. പക്ഷെ എന്നാലും നിങ്ങളോടെല്ലാവരും ചോദിച്ചിട്ടാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം പൊതുവെ ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ വിജയവും VD സതീശന് മാത്രമല്ലല്ലോ, KPCC പ്രസിഡന്റിനും കൂടി ഉള്ളതായിരുന്നല്ലോ. അപ്പം കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിൽ ചോലക്കര ഒഴികെ എല്ലാ സിറ്റിംഗ് സീറ്റിലും ജയിക്കുന്നുണ്ട്. പാർലമെന്റിൽ 18 സീറ്റ് ജയിച്ചു. എന്തായിരിക്കും അതിന്റെ ഒരു, അതെന്ന് പറഞ്ഞാൽ അതൊരു പ്രഹേളിക പോലെ നിൽക്കുകയില്ലേ? അല്ലല്ല, അത് ദാറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ. Why should I reopen? അല്ല, ഇത്രയും പെർഫോം ചെയ്ത ഒരു KPCC പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യം എന്താണെന്ന് താങ്കളെ That is up to the AICC in consultation with the senior leaders. They have taken a decision that is now it is accepted even by Mr. Sudhakaran, and my name also came in the picture. That got more acceptance. അല്ല, ഇത്രയും സക്സസ്ഫുൾ ആയ ഒരു PCC പ്രസിഡന്റിനെ മാറ്റിയെങ്കിൽ അടുത്ത ഇലക്ഷൻ വരികയാണ്. അപ്പോൾ PCC And he is elevated as working committee member also. അതിലെന്താ കാര്യം? സുധാകരൻ അതിന് കാര്യമുണ്ട്, അതാണ് വലിയ പോസ്റ്റ്. മുൻ KPCC പ്രസിഡന്റ് കോൺഗ്രസ് പാർട്ടി ഒരു സെമി കേഡർ ആക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിപ്പോ എവിടം വരെ എത്തി? അതിൻ്റെ ഉദ്ദേശം എന്താ? പാർട്ടിയിലെ കുറച്ചും കൂടെ അച്ചടക്കം വേണം, കുറെ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്ക് വേണം. അതിനെ അതേ പേരിൽ ഏറ്റെടുക്കുന്നില്ലെങ്കിലും ആശയത്തെ ആരും തള്ളിക്കളഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങ് KPCC പ്രസിഡന്റ് ആയതിനു ശേഷമേ അങ്ങ് ഇവിടെ പാണക്കാട് ഒരു സന്ദർശനം നടത്തിയിരുന്നല്ലോ, അവിടെ പോയി കണ്ടു. അപ്പം അങ്ങ് KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ഏറ്റവും, ഞാൻ ഇലക്ഷൻ കഴിഞ്ഞിട്ടാ പോയി. അതെ വാക്ക്. പക്ഷേ ഈ KPCC പ്രസിഡന്റായ അങ്ങ് ഇന്ന് UDFിലെ ഏറ്റവും തലമുതിർന്ന നേതാവ് എന്ന് പറഞ്ഞാൽ PJ ജോസഫാണ്. PJ ജോസഫിനെ വീട്ടിൽ പോയി ആദ്യം കണ്ടില്ല, പക്ഷെ ലീഗിനെയാണ് ആദ്യം. തറലി മിസ്റ്റേക്ക് ഉണ്ട്. ഡേറ്റ് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. മുസ്ലിം ലീഗിന്റെ പാണക്കാട് തങ്ങൾ എൻ്റെ നാട്ടിൽ വന്നപ്പോൾ, മട്ടന്നൂർ അദ്ദേഹം ഹജ്ജ് ക്യാമ്പിൽ വന്നപ്പം ഞാൻ അവിടെ അദ്ദേഹത്തെ കാണാൻ ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടുന്ന് കാണാമെന്ന് പറഞ്ഞു. ഞങ്ങളൊരു ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചു. അത് മാതൃക പത്രത്തിലൊക്കെ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന നല്ല ഫോട്ടോ വന്നു. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു. ഇമ്മീഡിയറ്റ്ലി ആ ഒരു ഓപ്പർച്യൂണിറ്റി. തൊടുപുഴ ഞാൻ ജനിച്ച സ്ഥലവും കൂടി ആയതുകൊണ്ട് തൊടുപുഴ പോയി. PJ ജോസഫ് സാറിൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മോഹൻസ് ജോസഫിൻ്റെ അന്ന് തന്നെ മോഹൻസ് ജോസഫിൻ്റെ വീട്ടിൽ നിന്ന് ഡിന്നർ കഴിച്ചു. ഞാൻ ഇതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ നിലമ്പൂർ ബൈ ഇലക്ഷനെ പൊതുവെ എല്ലാവരും കാണുന്നത്, നമുക്ക് ബൈ ഇലക്ഷൻ വീഴാം, അടുത്ത കാര്യത്തിലേക്ക് വരാം. അടുത്ത 2026 അസംബ്ലി ഇലക്ഷൻ വരികയാണ്. അപ്പോൾ അസംബ്ലി ഇലക്ഷൻ്റെ ഒരു പ്രിലൂഡായിട്ടാണ്, മുന്നോടിയായിട്ടാണ്. അപ്പോൾ ഇത് മറ്റേ സെമി ഫൈനലാണെന്ന് കരുതുന്നുണ്ട്. അസംബ്ലി ഇലക്ഷനിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് എത്രത്തോളം കെട്ടുറപ്പിലാണ് പോകുന്നത്? എൻ്റെ ചോദ്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെ പറയാം. കാരണം LDFന് പ്രൊജക്റ്റ് ചെയ്യാനായിട്ടൊരു നേതാവുണ്ട്. UDFന് ആരാണ് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന നേതാവ്? LDF നേതൃത്വത്തിൽ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണ്. LDF ആണോ? പിണറായി നിൽക്കുന്നുണ്ടോ? ആര് പറഞ്ഞു? നിൽക്കുന്നുണ്ടെന്നാ ബേബി പറഞ്ഞു. ഇല്ല, പറഞ്ഞിട്ടില്ല. ബേബി പറഞ്ഞു. ഇല്ല, ഇപ്പൊ പറഞ്ഞു. ഞങ്ങൾ ബേബി പറഞ്ഞു ക്യാമ്പയിൻ ലീഡ് ചെയ്യുന്നത് പിണറായി. അതിനേക്കാൾ വേറെന്താ പറയാനുള്ളത്? ക്യാമ്പയിൻ ലീഡ് ചെയ്യുന്നല്ല, LDFന്റെ പിണറായി വിജയൻ മത്സരിക്കുന്നുണ്ടോ?
ക്യാമ്പയിൻ ലീഡ് ഇല്ലില്ല ഹൂട്ടോൾ ഒന്നത് ഇമ്മച്ചുറാണ് ഇപ്പോൾ അത് ആലോചിക്കേണ്ട ഒരു സ്റ്റേജ് ആയിട്ടില്ല. അല്ല മത്സരിച്ചാലും ഇല്ലെങ്കിലും ഇടതുപക്ഷത്തേക്ക് നോക്കുമ്പോൾ അവിടെ പിണറായി വിജയൻ എന്നൊരു ടോൾ ലീഡർ അവിടെ ഉണ്ട്. കോൺഗ്രസിലേക്ക് നോക്കുമ്പോൾ നമ്മൾ 4-5 പേരെ ഇങ്ങനെ കാണുന്നുണ്ട്. കോൺഗ്രസ് നേതൃസമ്പന്നമായ പാർട്ടിയാണ്. അങ്ങനെ നേതൃശുഷ്കമെന്ന് പറയുന്നത് എപ്പോഴും എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. എന്നാലും ഒരു മുഖം വേണ്ടേ? ഇഫ് യു ആർ സോ പർട്ടിക്കുലർ, അപ്പുറത്തൊരു ഒന്നിലേറെ മുഖങ്ങളുണ്ടാവും. കോൺഗ്രസിന് ഒന്നിലേറെ നേതാക്കന്മാരുണ്ട്, കരുത്തന്മാരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരിൽ നിന്ന് തന്നെയാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മത്സരിച്ചിട്ടില്ലേ? രമേശ് ചെന്നിത്തലയും സതീശനും ഉമ്മൻചാണ്ടി മത്സരിച്ചിട്ടില്ലേ? പക്ഷെ അന്നല്ല ഉമ്മൻചാണ്ടി ആകും എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഇല്ല ആന്റണി ഉള്ളപ്പോൾ ഞങ്ങളോട് ഉമ്മൻചാണ്ടി ഉള്ളപ്പോഴും ഞങ്ങളോട് ഹൈക്കമാൻഡ് വന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്ന സന്ദർഭത്തിലും ഹൈക്കമാൻഡ് വന്ന് ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ നേതാക്കന്മാരുടെ ഇടയിൽ ശശി തരൂർ ഉണ്ടോ? ശശി തരൂർ ആസ് ഇറ്റ് ഈസ് ദേർ ഉണ്ടാകുമോ? അതല്ലാതാകാനും സാധ്യതയുണ്ടല്ലോ. എല്ലാരെ കുറിച്ചും അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലല്ല അങ്ങനെ പറയാൻ പറ്റും. ഇല്ല അതല്ല, നമ്മളിപ്പോ മനുഷ്യന്റെ ആരോഗ്യം എല്ലാം കണക്കാണെടുക്കട്ടെ. ഇനി ഇലക്ഷൻ 6-7 മാസമേ ഉള്ളൂ. അപ്പോ ശശി തരൂർ ഉണ്ടാകും. അത് പുള്ളി നാഷണൽ ലീഡറാണ്, അതിനേക്കാൾ ഇന്റർനാഷണൽ ലീഡറാണ്, ഫിഗറാണ്. അദ്ദേഹത്തിന്റെ മുമ്പിലും ഡോർ ഓപ്പൺ ആണല്ലേ? അദ്ദേഹത്തിന് എന്താ അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യം വ്യക്തമാക്കാം. കേരളത്തിലെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറെ ഹൈക്കമാൻഡായിരിക്കും നിശ്ചയിക്കുന്നത്. ഇതുവരെയുള്ള കീഴ്വഴക്കത്തിൽ അന്നത്തെ MLA-മാരുടെയും കൂടെ ഒപ്പീനിയൻ ചോദിച്ച് ഹൈക്കമാൻഡാണ് ഇതുവരെ. അത് ആൻ്റണി ആണെങ്കിലും ലീഡർ കരുണാകരനാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും രമേശ് പ്രതിപക്ഷ നേതാവെപ്പോഴും VD സതീശൻ പ്രതിപക്ഷ നേതാവെപ്പോഴും. ദാറ്റ് ഈസ് ദ പ്രാക്ടീസ്. അപ്പൊ അതിന്റെ അർത്ഥം VD സതീശൻ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് അടുത്ത മുഖ്യമന്ത്രി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആയിക്കൂടൊന്നുമില്ല, ആകണമെന്നുമില്ല, ഉറപ്പൊന്നുമില്ല. അത് തന്നെയാണ് അറിയേണ്ടത്. അതല്ലേ പൊതുസമൂഹത്തിന്റെ ഒരു സംശയം ചോദിക്കും ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ തന്നെ. അതായത് ശശി തരൂർ ഒരു മികച്ച നേതാവാണെന്ന് കുറച്ചു പേരെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ ശശി തരൂരിനെ മാതിരി ഒരു നല്ല നേതാവിനെ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ പറ്റിയില്ല എന്ന് അത് നിങ്ങളെ സമൂഹത്തിനോട് ഞാൻ ഉത്തരം പറയട്ടെ. അദ്ദേഹം കോൺഗ്രസ് പൊളിറ്റിക്സിൽ വന്നിട്ട് എത്ര നാളായി? നിങ്ങൾ പറയും ചുരുങ്ങിയ നാളല്ല, 4 തവണ തിരുവനന്തപുരത്ത് നിന്ന് പാർലമെൻറ്റ് മെമ്പറായി. കോൺഗ്രസിൻ്റെ 2 ഗവൺമെൻറ്റിൽ ഹി വാസ് മിനിസ്റ്റർ. നൗ ഈസ് എലവേറ്റഡ് ടു ദ വർക്കിംഗ് കമ്മിറ്റി. ഹി വാസ് ഡിഫീറ്റഡ് ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. വർക്കിംഗ് കമ്മിറ്റിയിലുണ്ട്. രമേശ് ചെന്നിത്തല പോലും പ്രത്യേക ക്ഷണിതമാണ്. ശശി തരൂർ വർക്കിംഗ് കമ്മിറ്റിയിലെ ഫുൾ ഫ്ലെഡ്ജ്ഡ് മെമ്പറാണ്. പാർലമെൻറ്റിലും അദ്ദേഹം പാർലമെൻ്ററി കമ്മിറ്റികളുടെ ചെയർമാനാണ്, പ്രധാനപ്പെട്ട പാർലമെൻ്ററി കമ്മിറ്റികളുടെ ചെയർമാനാണ്. അപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടി ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അവസരങ്ങളുടെ അല്ല ചോദിച്ചത്, ഈ ക്യാമ്പയിനിങ്ങിൽ ഇപ്പോൾ ഒരുപക്ഷെ കേരളത്തിന് താങ്കളെയോ അല്ലെങ്കിൽ മറ്റാരെയും കുറച്ച് കാണിച്ചല്ല, ഒരുപക്ഷെ കേരളത്തിൽ പാർട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ക്യാമ്പയിനറാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ അദ്ദേഹത്തെ സ്റ്റാർ ക്യാമ്പയിനേഴ്സിൻ്റെ ലിസ്റ്റിൽ നിലമ്പൂർ വിട്ടിരുന്നു. പക്ഷേ ശശി തരൂരിൻ്റെ ഓഫീസിൽ അങ്ങ് ഈ ലിസ്റ്റ് പുറത്തു വിട്ടു എന്ന് പറഞ്ഞു. അവരോട് ചോദിക്കുമ്പോൾ അവരന്ന് നമ്മളോട്, നമുക്കറിയാമല്ലോ, നിങ്ങളിപ്പം അദ്ദേഹം എവിടെയായിരുന്നു എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഔട്ട് ഓഫ് ഇന്ത്യ ആയിരുന്നു. അല്ല, അദ്ദേഹം അതിന് മുമ്പ് 2 ദിവസം ഉണ്ടായിരുന്നു. ഔട്ട് ഓഫ് 2 ദിവസം വരുന്നയാളുടെ തിരക്കെന്നാ? 2 ദിവസം വരുന്നയാളുടെ തിരക്കെന്നാ? AK ആന്റണി വന്നില്ലല്ലോ, വന്നോ? അല്ല, AK ആന്റണിക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടല്ലോ. അല്ലെ, ഇതൊക്കെയാണ് ഈ ചോദ്യം വരുന്നത്, ഈ പറയുന്ന ചോദ്യങ്ങൾ. ഒന്ന് അല്ല, അദ്ദേഹത്തിൻ്റെ കാര്യം, അദ്ദേഹം സാധാരണഗതിയിൽ എത്ര കണ്ട് മറ്റ് ജില്ലകളിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകുന്നുണ്ട്. അദ്ദേഹം ഡൽഹിയിലാണ്, ഔട്ട് ഓഫ് ഇന്ത്യ ആണ്. അദ്ദേഹം യാത്രകളിലായിരുന്നു, തിരക്കിലായിരുന്നു. കോൺഗ്രസിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ അദ്ദേഹം തന്നെയല്ലേ? ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ നമ്മൾ സൂപ്പർലേറ്റീവ് ഉപയോഗിക്കുമ്പം ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറല്ല, പ്രിയങ്ക ഗാന്ധി വന്നിരുന്നു. ഞാൻ ഏറ്റവും വലുതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ക്രൗഡ് പുള്ളറാണ്, ഏറ്റവും വലുതല്ല. പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് പുള്ളി ഇപ്പം കഴിഞ്ഞ ഒരു 6-7 മാസത്തിന് മുമ്പെല്ലാം കേരളത്തിൽ അദ്ദേഹം പര്യടനം നടത്തുകയും മറ്റൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വേദി നിഷേധിക്കുന്നു. ഒരു സ്ഥലത്തും വേദി നിഷേധിച്ചിട്ടില്ല. ഒരു സ്ഥലത്തും ഞാനിപ്പോൾ KPCC പ്രസിഡന്റ് അല്ലല്ല, ഞങ്ങൾ വന്നതിന് ശേഷം ഡൽഹിയിൽ വിളിപ്പിച്ചിരുന്നു ഞങ്ങളെ. ആ യോഗത്തിൽ ഞങ്ങളെല്ലാവരും പങ്കെടുത്ത, ഖാർഗെജിയും രാഹുൽജിയും പങ്കെടുത്ത യോഗത്തിൽ ശശി തരൂരുണ്ടായിരുന്നു. ഈ സ്പോക്ക് ആ യോഗത്തിൽ പ്രസംഗിച്ചു, എന്നെ വിഷ് ചെയ്തു, എന്നെ ഫോണിൽ വിളിച്ച് ആശംസ അറിയിച്ചു, അഭിനന്ദനം അറിയിച്ചു.
അല്ല എല്ലാ സപ്പോർട്ടും പ്രഖ്യാപിച്ചു, യോഗത്തിലുണ്ടായിരുന്നു. എല്ലാ പരിഗണനയും കൊടുക്കുന്നുണ്ട്. എനിക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ വിഷയം ഉണ്ടായപ്പോൾ ശശി തരൂർ എന്തുകൊണ്ട് ക്യാമ്പയിനിങ് വന്നില്ല എന്നുള്ളത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങ് പറഞ്ഞ പോലെ ഈ സ്റ്റാർ ക്യാമ്പയിനർ ലിസ്റ്റ് വിട്ടു. പക്ഷേ അതേസമയം തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ശശി തരൂരിനോട് സാധാരണ നിലയിൽ ഒരു സ്റ്റാർ ക്യാമ്പയിനർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ സാധാരണ നിലയിൽ സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ലോക്കൽ കോൺഗ്രസ് നേതൃത്വമോ അല്ലെങ്കിൽ ആ മണ്ഡലത്തിൻ്റെ ചുമതലയുള്ളവരോ വിളിച്ച് ചോദിക്കുകയും സമയം ഫിക്സ് ചെയ്യുകയും ചെയ്യും. അദ്ദേഹം അതിന് തയ്യാറായിരുന്നു. അദ്ദേഹത്തിന് ഒരു മിസ് കോൾ പോലും വന്നില്ലെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. പിന്നെ ഈ സ്റ്റാർ ക്യാമ്പയിനർ ലിസ്റ്റ് പോലും അങ്ങ് പുറത്തു വിട്ടത് എന്ന് പറഞ്ഞാൽ അവർക്ക് പോലും കിട്ടിയിട്ടില്ല. അല്ല, പുറത്ത് വിടുന്ന എപ്പോഴാ? പുറത്ത് വിടേണ്ടത് സ്റ്റാർ ക്യാമ്പയിൻ്റെ ലിസ്റ്റ് പുറത്ത് പബ്ലിഷ് ചെയ്യുന്ന സമയം വരെ തന്നെ. അദ്ദേഹത്തെ വിളിച്ചില്ലാതെ നിങ്ങൾ വാർത്തയാക്കിയപ്പോൾ അത് വിളിച്ചിരുന്നു. ഇതാണ് അതിൻ്റെ പൊസിഷൻ. ശശി തരൂരിൻ്റെ ഓഫീസിന് പോലും അത് കിട്ടിയില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇതാണ് കോൺഗ്രസ് നേതൃത്വവും ശശി തരൂരും തമ്മിൽ നിലനിൽക്കുന്ന ഒരു ഏറ്റുമുട്ടൽ. ഇല്ലില്ല, ഏറ്റുമുട്ടൽ ഏതായാലും കേരളത്തിലില്ല. കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു പരിധിക്ക് അപ്പുറത്താണോ ശശി തരൂർ? നമുക്ക് അദ്ദേഹം, ഞാൻ പറഞ്ഞില്ല, പരിധിക്ക് അപ്പുറത്തല്ല. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അപ്പോൾ അദ്ദേഹം ബന്ധപ്പെടുന്ന ഫോറം അതാണ്, ഡൽഹിയിലാണ്. അദ്ദേഹം അധിക സമയവും തലസ്ഥാനത്താണ് അല്ലെങ്കിൽ വിദേശത്തായിരുന്നു ഈ ദിവസങ്ങളിൽ. നമ്മുടെ ഒരു ജുറിസ്ഡിക്ഷനിൽ വരില്ല, നമ്മുടെ ഒരു റഡാറിനപ്പുറത്താണ് കക്ഷി. ഞാൻ നേരത്തെ പറഞ്ഞു, അതിൻ്റെ അപ്പുറത്തേക്കില്ല. പ്രസിഡന്റ്, നമ്മൾ ആദ്യം കോൺഗ്രസ് നേതാക്കന്മാരുടെ ശരീരഭാഷയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു പണ്ട് കാലത്ത് CPM-നെയാണ് ആന്റി ഡെവലപ്മെന്റ് ആളുകളായിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പൊ നോക്കുമ്പോൾ ആ സ്പേസിൽ കോൺഗ്രസ് ആണ് നിൽക്കുന്നത്. ഇപ്പൊ നാഷണൽ ഹൈവേ ആണെങ്കിലും ഗെയിൽ പൈപ്പ് ലൈൻ ആണെങ്കിലും സീ പ്ലെയിൻ ആണെങ്കിലും. ഞാൻ വിശദീകരിച്ചോട്ടെ. പറയൂ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ആരായിരുന്നു? നിങ്ങൾ വിഴിഞ്ഞം പ്രൊജക്റ്റിൽ ആരായിരുന്നു കേസ് കൊടുത്തത്? ഗെയിൽ പൈപ്പ് ലൈൻ എന്തായിരുന്നു? ഇത് ഭൂമിക്കടിയിലെ ബോംബാണെന്ന് പ്രസംഗിച്ച ആൾ ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിയാണ്. ഇതൊക്കെ നടത്തിയത് LDF ഗവൺമെന്റ് ആണ്. നിങ്ങളെ വാദഗതി, അവരുടെ തെറ്റായ വാദഗതി. ഞാൻ ആദ്യമായിട്ട് KPCC ഓഫീസിൽ ഇവിടെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഞാൻ ഒരു പേപ്പർ കാണിച്ചിരുന്നു. ഞാൻ വേണമെങ്കിൽ ഐ വിൽ ഷോ യു അഗെയിൻ. എന്തായിരുന്നു? കണ്ണൂർ വിമാനത്താവളം, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ എന്തെല്ലാം പ്രവൃത്തികൾ പൂർത്തീകരിച്ചു എന്ന നിയമസഭയിൽ KC ജോസഫ്, സണ്ണി ജോസഫ്, ഷാഫി പറമ്പിൽ, IC ബാലകൃഷ്ണൻ്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി, കണ്ണൂർ വിമാനത്താവളം 2016 ഗവൺമെൻറ് പോകുന്ന ആ സമയത്തേക്ക് 90%, റൺവേ 10%, പല കാര്യങ്ങളും 95% പൂർത്തീകരിച്ചു എന്ന് നിയമസഭയിൽ തന്ന മറുപടിയുണ്ട്. അത് നിങ്ങളെ മനസ്സിൽപ്പെട്ടിട്ടില്ല, നിങ്ങളെ കണ്ണിൽപ്പെട്ടിട്ടില്ല. അത് ഞാൻ വിശദീകരിച്ചിട്ടും വേണ്ടത്ര നിങ്ങൾ പത്രത്തിൽ കൊടുത്തിട്ടില്ല. വിഴിഞ്ഞം പ്രൊജക്റ്റിൽ ഞങ്ങളെ പ്രതിയാക്കാൻ മെട്രോ റെയിൽവേ ഉദ്ഘാടനമാണ് അവർ നടത്തിയത്. കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം, നാഷണൽ ഹൈവേ ഇപ്പം എന്തായി സ്ഥിതി? നാഷണൽ ഹൈവേ ഞങ്ങൾ ചോദ്യം ചെയ്തെന്താ? നാഷണൽ ഹൈവേ ഞങ്ങൾ ചോദ്യം ചെയ്ത് ഇപ്പം പൊളിഞ്ഞ സാഹചര്യത്തിൽ ഒരു സമരം ചെയ്ത് അവരാണ് നാഷണൽ ഹൈവേയുടെ സ്ഥല അക്വിസിഷനിലെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. അവരാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ് ആക്കാൻ. എക്സ്പ്രസ് ഹൈവേ ഉണ്ടായിരുന്നല്ലോ, മുനീർ മന്ത്രിയായിരുന്നപ്പോൾ. അവരെന്താ പറഞ്ഞേ? എക്സ്പ്രസ് ഹൈവേനെ എതിർക്കുന്നല്ലേ പറഞ്ഞേ? അത് തന്നെയാണ് സർ ചോദ്യം. അതാണ് കോൺഗ്രസ് ഒരു കാലത്തെ വളരെ സ്ട്രോങ് ആയിട്ട് ഡെവലപ്മെന്റിന് വേണ്ടി. അല്ല, അത് അവിടെയാണ് മറുപടി. ആ മറുപടി ഉത്തരം ചോദ്യം മുഴുവൻ കേൾക്കേണ്ട ആവശ്യമില്ല. ചോദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കോൺഗ്രസ് എല്ലാ കാലത്തും വികസനത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? എപ്പോഴും അങ്ങനെയാണോ? ഈ നാഷണൽ ഹൈവേക്കും ഗെയിലിനും എതിരെ ഗവൺമെന്റ് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും നിങ്ങൾ വിശ്വസിക്കാവോ? നിങ്ങൾ അനലൈസ് അത് പിന്നെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നതിന്റെ കടലാസ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഈ കടലാസ് കാണിച്ചിട്ട് മുഖ്യമന്ത്രിയോട് സംസാരിച്ചാൽ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? 4ാം വാർഷികത്തിൽ ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്താ? മുഖ്യമന്ത്രി 4ാം വാർഷികത്തിൽ പറഞ്ഞു മണ്ണിൽ കൊണ്ടുപോയി വിമാനം ഇറക്കുകയാണ് ഉമ്മൻചാണ്ടി ചെയ്തതെന്ന് പറഞ്ഞു. അതിനുള്ള ആൻസറാണ് ഞാൻ ഡോക്യുമെന്ററി എവിഡൻസ് സഹിതം ഞാൻ കൊടുത്തത്. വിഴിഞ്ഞം പ്രോജക്റ്റ് നടപ്പിലാക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ച നമ്മളെല്ലാരും എവിടെ പറഞ്ഞു? ആരായിരുന്നു അതിനെ എതിർത്ത്? ആരായിരുന്നു അവിടെ സമരത്തിന് പോയത്? ആരായിരുന്നു അവിടെ സമരത്തിന് പോയത്? ആരാണ് അവിടെ? നിങ്ങൾ പരിശോധിക്കേണ്ട, നിങ്ങൾ എടുക്കേണ്ട വിഷയം അതല്ല. വിഴിഞ്ഞം പ്രൊജക്ടിന്റെ ഉദ്ഘാടനത്തിൽ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ പോലും വിളിച്ചില്ല? വിളിക്കാത്തതിന്റെ കാരണം പ്രതിപക്ഷ നേതാവിനെ അവിടെ പ്രാസംഗികനാക്കി. എന്തുകൊണ്ട് ശശി തരൂരിനെ അവിടെ പ്രാസംഗികനാക്കിയില്ല? പ്രധാനമന്ത്രി ഇരുന്ന സ്റ്റേജിൽ ലോക്കൽ MP എന്തുകൊണ്ട് വിളിച്ചില്ല?
വിളിക്കാത്തതിൻ്റെ കാരണം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉമ്മൻചാണ്ടിയുടെ പേരവിടെ പരാമർശിക്കും. ഉമ്മൻചാണ്ടിയാണ് ഇതിൻ്റെ പിതൃത്വം അവകാശപ്പെടാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആൾ, അർഹനായ വ്യക്തി എന്നുള്ളത് അവരുടെ പരാമർശിക്കും. സതീശൻ ആദ്യത്തെ പരിപാടിയിൽ അത് പ്രസംഗിച്ചു. അതുകൊണ്ടാണ് രണ്ടാമത്തെ പരിപാടിയിൽ സതീശൻ്റെ പ്രസൻസ് അവർ മനഃപൂർവ്വം ഇല്ലാതാക്കിയത്. സർ, എൻ്റെ ചോദ്യം ഇതാണ്. പണ്ട് CPM ആന്റി ഡെവലപ്മെന്റ് ആയിരുന്നു, ഇപ്പോൾ അവർ പ്രോ ഡെവലപ്മെന്റ് ആണ്. കോൺഗ്രസ് ആണ് ഇപ്പോൾ ആ ആന്റി ഡെവലപ്മെന്റ് സ്പേസിൽ ഇരിക്കുന്നത്. അത് ആ ചോദ്യം ടോട്ടലി ഇറ്റ് ഈസ് ഇൻകറക്റ്റ് ക്വസ്റ്റ്യൻ. ഞങ്ങൾ എല്ലാ കാലത്തും ഞങ്ങൾ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിന്നത്. പ്രതിപക്ഷത്ത് നിന്നാലും ഗവൺമെൻറ്റിനോട് പൂർണ്ണമായിട്ടും സഹകരിച്ചിട്ടുണ്ട്. LDF ആണ് ഈ വികസന പ്രവർത്തനങ്ങളെ, ഗെയിൽ പൈപ്പ് LDF ആണ് പറഞ്ഞത് ഭൂമിക്കടിയിലെ ബോംബാണെന്ന്. മെട്രോ റെയിലിനെ അവരാണ് എതിർത്തത്. എക്സ്പ്രസ് ഹൈവേനെ അവരാണ് എതിർത്തത്. വിഴിഞ്ഞ പദ്ധതി വിജിലൻസ് എൻക്വയറി നടത്തിയിട്ട് പതിയാഞ്ഞിട്ട് ജുഡീഷ്യൽ എൻക്വയറിക്ക് അവരാണ് ഉത്തരവിട്ടത്. അവരാണ് ഇതിനെയൊക്കെ എതിർത്തത്, പക്ഷെ ഇതെല്ലാം നടപ്പിലാക്കിയതും അവരാണ്. നടപ്പിലാക്കിയതിൻ്റെ ആൻസറിനെ കുറിച്ചാണ് പറഞ്ഞത്. വിഴിഞ്ഞ ആരുടെ കുട്ടിയാണ്? അപ്പോൾ പരിശോധിക്കണം. ആരാണ് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത്? ആരാണ് വർക്ക് തുടങ്ങിയത്? അതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. ആരാണ് അതിൻ്റെ ക്ലിയറൻസ്, പരിസ്ഥിതി ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള നടപടികളുമായിട്ടും നടന്നതിന് ഒരു കാര്യമുണ്ട്. 2016 ഇലക്ഷൻ വന്നില്ലേ, പുതിയ ഗവൺമെൻറ് വന്നില്ലേ, എത്ര കൊല്ലമായി? എഗ്രിമെൻ്റ് പ്രകാരം എന്ന് പൂർത്തീകരിക്കേണ്ടതാണ് ഈ വർക്ക്. കേരളത്തിൽ ഏതെങ്കിലും ഒരു വർക്ക് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുന്നുണ്ടോ? ഇതിൻ്റെ കരാറ് തന്നെ കേരളത്തിന് വളരെ ദോഷകരമായി എന്നുള്ളത് അതല്ലേ പരിശോധിച്ചത്. അതാണല്ലോ ജുഡീഷ്യൽ എൻക്വയറിക്കകത്തും വിജിലൻസ് എൻക്വയറിക്കകത്തും ആ കരാറിൽ എന്തെങ്കിലും അപാകത ഉണ്ടായിരുന്നോ എന്ന കാര്യമാണല്ലോ ഇൻ ഡീറ്റെയിൽ പരിശോധിച്ചത്. ജുഡീഷ്യൽ കമ്മീഷൻ അത് തന്നെയാണ് പറയുന്നത്. എന്താ കിട്ടിയേ? ഗവൺമെന്റ് എന്താ ആക്ഷൻ എടുക്കാൻ പറ്റി? കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ ആ കരാർ മാറ്റാൻ ഈ മുൻ UDF ഗവൺമെന്റിന്റെ സമയത്ത് നാഷണൽ ഹൈവേ ഓഫീസ് പൂട്ടിപ്പോയതാണ് കേരളത്തിൽ നിന്ന്. എന്നിട്ടാണ് ഇപ്പൊ തിരിച്ചു വന്ന് ഇപ്പോ ഏകദേശം കംപ്ലീറ്റ് ആവാറായി നിൽക്കുന്നത്. അപ്പോഴാണ് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺഗ്രസ് നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണ് അതിന്റെ തുടക്കം കുറിച്ചത്. അന്നും സ്ഥലമെടുപ്പിന്റെ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ് വിഘാതമുണ്ടാക്കിയത്. സ്ഥലമെടുപ്പിൻ്റെ എല്ലാ കാര്യത്തിലും. ഞാൻ ഒറ്റ ചോദ്യം കൂടെ ചോദിക്കാം. വിമാനത്താവളം എന്താ പറഞ്ഞവർ? ഞങ്ങൾ വിമാനത്താവളത്തിൽ അവിടെ വിമാനം ഇറങ്ങുന്ന ദിവസം ഞാനും ഉണ്ട്. ഉമ്മൻചാണ്ടി അന്ന് EP ജയരാജൻ LDF കൺവീനർ അവിടെ സമരം ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? 3050 മീറ്റർ അല്ല റൺവേക്ക് നീളം വേണ്ടത്, റൺവേയുടെ നീളം കൂട്ടണം. സമരം ഇരുന്നാണ് EP ജയരാജൻ. അദ്ദേഹം മട്ടന്നൂരിൽ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന്, വിമാനത്താവളം ഇരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് മന്ത്രിയായി. സെക്കൻഡായി അത് മന്ത്രിയായി. 9 കൊല്ലം ഇപ്പോൾ അവർ ഭരിച്ചു. എത്ര നീളം കൂട്ടി? 1 മീറ്റർ കൂട്ടിയിട്ടില്ലല്ലോ. ഈ വിഘാതങ്ങളെ തരണം ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ളതാണല്ലോ ഒരു ഗവൺമെന്റിന്റെ വിൽ പവർ കാണിക്കുന്നത്. ഏത് വിഘാതം അവർ തടസ്സപ്പെടുത്തിയില്ല. അവരുടെ പോളിസി എന്ന് പറയുന്നത് അവർ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഒരു കാര്യവും നടക്കരുത്. അതിനാണ് അവർ സമരം ചെയ്യുന്നത്. അതെല്ലാ സ്ഥലത്തും കണ്ടു. അതിനെ തരണം ചെയ്യണ്ടേ? അത് തരണം ചെയ്തിട്ടുണ്ട്. അതിനെ തരണം ചെയ്താണ് മെട്രോ റെയിലും അതുപോലെ തന്നെ വിമാനത്താവളവും വിഴിഞ്ഞം പദ്ധതിയും കേരളത്തിൻ്റെ ബൃഹത്തായിട്ടുള്ള വികസനം. നിങ്ങൾക്കറിയാലോ കൊച്ചിയിലെ എയർപോർട്ട് എന്തായിരുന്നു CPM പറഞ്ഞത്? ശർമ്മേനല്ലേ പറഞ്ഞത്? എൻ്റെ നെഞ്ചത്തെ അവിടെ വിമാനം ഇറങ്ങുള്ളൂ. അത് പഴയ കാര്യമാണ്. ശരിയല്ല. കാരണം നാഷണൽ ഹൈവേയുടെ വീതി 30 മീറ്റർ ആക്കണം എന്ന് തീരുമാനിച്ചത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണ്. കാരണം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണ് ലാൻഡ് അക്വിസിഷന് താല്പര്യമില്ലായ്മ കാണിച്ചത്. അന്ന് പ്രതിപക്ഷത്തിരുന്ന CPM സ്റ്റേറ്റ് സെക്രട്ടറി പിണറായി വിജയൻ 45 മീറ്റർ ആക്കണം പറഞ്ഞതാണ്. തെറ്റാണ്. ഓൾ പാർട്ടി മീറ്റിംഗിലാണ് സ്ഥലമെടുപ്പിനെതിരെ എല്ലാവരും തന്നെ കേരളത്തിൽ സ്ഥലമെടുപ്പ് വലിയ പ്രയാസമാണ്, സ്ഥലം വീതി കുറയ്ക്കണം എന്നത് കേരളത്തിൽ ഓൾ പാർട്ടി മീറ്റിംഗിന്റെ ആവശ്യമായിരുന്നു. CPMന്റെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. CPM 45 മീറ്റർ എടുക്കാനാ പറഞ്ഞത്. VS എന്താ പറഞ്ഞത്? അന്നത്തെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? അതന്നെ ആ ഫാക്ട് തന്നെയാ പറഞ്ഞത്. വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ KPCCയുടെ പുനഃസംഘടന ഉൾപ്പെടെ വന്നു, വർക്കിംഗ് പ്രസിഡന്റുമാര് വന്നു. പക്ഷെ അപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാല് ഉൾപ്പെടെ ഈ വന്നവരെല്ലാം തന്നെയും 2 പദവികൾ, നിങ്ങളെല്ലാം തന്നെയും പാർലമെന്ററി സ്ഥാനങ്ങൾ വഹിക്കുന്നു. പക്ഷേ പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരും അല്ലാത്തവരും പാർട്ടിയിലുണ്ട്. അവർക്കൊന്നും തന്നെയും ഈ പദവികൾ ലഭിക്കുന്നില്ല. ഈ നിലവിലുള്ള പദവി ഉള്ളവർക്ക് തന്നെ വീണ്ടും ഓർഗനൈസേഷനിലും വീണ്ടും പദവി കിട്ടുന്നു എന്ന് പറയുന്നു. അപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ
അല്ല പരസ്യമായി പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഒരാളും ആക്ഷേപം രഹസ്യമായിട്ടും ഒരാളും രഹസ്യം പറഞ്ഞിട്ടില്ല. KPCCയുടെ ഭാരവാഹികളുടെ ലിസ്റ്റ് എടുത്ത് നോക്ക്. അല്ല അതൊരു കൃത്യമായ വിമർശനം. ഇല്ല, KPCC ഭാരവാഹികളുടെ AICCയുടെ തീരുമാനം ഒരാൾക്ക് ഒരു പദവി അങ്ങനെ തീരുമാനമില്ല. ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ പ്രിയങ്ക ഗാന്ധി AICC സെക്രട്ടറിയും MP ആവുമോ? KC വേണുഗോപാൽ AICC സെക്രട്ടറി MP ആവുമോ? ഈ വർക്കിംഗ് പ്രസിഡന്റുമാർ 3 പേരില്ലേ, 2 പേര് യുവാക്കളാണ്. ഇനി ഇലക്ഷൻസ് ഒക്കെ വരികയാണ്. സാധാരണ വർക്കിംഗ് പ്രസിഡന്റ് നമ്മൾ കേൾക്കുന്നുള്ളൂ, വർക്കൊന്നും ചെയ്യുന്നതായിട്ട് ഞാൻ ഇപ്രാവശ്യം പറഞ്ഞല്ലോ ആ ചോദ്യത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞു ഹാർഡ് വർക്കിംഗ് പ്രസിഡൻസ് ദേ ആർ. ഇവർക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ചുമതല വല്ലതും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതിൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയം ശക്തിപ്പെടുത്തുക, അത് തന്നെ. ഈ കേരളയിൽ നടപ്പാക്കാതിരിക്കാൻ വേണ്ടി UDF MP-മാർ പാർലമെന്റിൽ ശക്തമായി ഇടപെട്ടിരുന്നു. അതേപോലെ ഒരു ശക്തമായ ഇടപെടൽ നമ്മൾ ഈ വന്യജീവി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായി ഇടപെട്ടിട്ടുണ്ട്, അതിശക്തമായി ഇടപെട്ടിട്ടുണ്ട്. നിയമസഭയിൽ ഞാൻ ഒരു 10 പ്രസംഗങ്ങളിൽ നടത്തി. നിയമസഭയിലെ ലോക്സഭയിലെ കാര്യമാണ്. ലോക്സഭയിൽ ഒന്ന് പ്രധാനമായിട്ട് അവരോട് ചോദിക്കുക, അതുമായി ബന്ധപ്പെട്ട മേഖലയിലെ ആളുകൾ. നിങ്ങൾ ഡീൻ കുര്യാക്കോസിനോടൊന്ന് സംസാരിക്കുക, അദ്ദേഹം എത്രയോ ഇൻട്രാക്ഷൻ നടത്തിയിട്ടുണ്ട്. ഫ്രാൻസിസ് ജോർജിനോട് ചോദിക്കുക, അദ്ദേഹം തന്ന പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം പാർലമെൻറ്റിൽ ഉന്നയിച്ചതിൻ്റെ പേപ്പർ. കാരണം കൂടുതലായിട്ട് ആ ഇഷ്യൂസ് നിൽക്കുന്ന പ്രദേശങ്ങളിലെ പാർലമെൻറ്റ് മെമ്പർമാരാണ്. ഇടുക്കിയിലെയും കോട്ടയത്തെയും. ആൻ്റണി എത്ര കണ്ടതിൽ ഇടപെട്ടിട്ടുണ്ട്, ശക്തമായിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ട്. കേരള ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ കേരള ഗവൺമെൻറ് ചെയ്തിട്ടില്ല. ഈ ഗാഡ്ഗിൽ കമ്മീഷൻ നടപ്പാക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ഹരിത MLA കൂടിയായിരുന്ന VD സതീശൻ. അപ്പോൾ ആ നിലപാടിൽ കോൺഗ്രസിന്റെ നിലപാട് ഇന്ന് അത് തന്നെയാണോ, ഈ ഗാഡ്ഗിൽ കമ്മിറ്റി നടപ്പാക്കുന്നത്? കോൺഗ്രസിന്റെ ഗാഡ്ഗിൽ കമ്മീഷൻ അപാകതകളുണ്ട് എന്ന് മനസ്സിലാക്കി, അതുകൊണ്ടാണ് പിന്നെ കസ്തൂരി രംഗൻ കമ്മീഷൻ വന്നത്. കസ്തൂരി രംഗൻ കമ്മീഷൻ്റെ പ്രപ്പോസലിലും ആ കമ്മിറ്റിയുടെ പ്രപ്പോസലിലും ചില അപാകതകളുണ്ട്. കാരണം വില്ലേജ് ആസ് എ ഹോൾ ESA ആയിട്ട് പ്രഖ്യാപിച്ചു. കേരളത്തിൽ അത് പറ്റത്തില്ല. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും ESA ആയിട്ട് പ്രഖ്യാപിച്ചു. അതിനെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ് അതിനെതിരായിട്ട് സെൻട്രൽ പോയിട്ട് വനപരിസ്ഥിതി മന്ത്രാലയത്തിൽ പോയി അതിനെ നമുക്കിപ്പം നമ്മളുടെ കേരളത്തിൻ്റെ വനത്തെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ജനവാസ മേഖലയും കൃഷിസ്ഥലങ്ങളെയും പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ. അതെ, പക്ഷെ VD സതീശന്റെ നിലപാട് അതായിരുന്നില്ല ആ സമയത്ത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഫോളോ ചെയ്ത നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. ഈ കേരളത്തിലിപ്പം മുഖ്യമന്ത്രിയാകാൻ അങ്ങ് പറഞ്ഞ നേതൃനിര സമ്പന്നമാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിപ്പോൾ എടുത്തു നോക്കിയാൽ കേരളത്തിലെ MLA-മാരിൽ കേരളത്തിലെ ഏറ്റവും വലിയ പിന്നോക്ക വിഭാഗമാണ് ഈഴവ വിഭാഗം. അതിൽ നിന്ന് ഒരാളാണ് എണ്ണിയെടുക്കുമ്പം കോൺഗ്രസിൻ്റെ MLA K. ബാബു. പിന്നെ MP ആയിട്ട് ആകെ 2 പേരാണുള്ളത്. ആകെ ഒരു KPCC പ്രസിഡന്റ് സ്ഥാനം ഉണ്ടായിരുന്നത് അങ്ങ് വന്നതോടുകൂടി അതും പോയി. ഈ കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ഈ ഒരു ബാക്കി എല്ലാ കാര്യങ്ങളിലും സാമൂഹ്യ പ്രാതിനിധ്യം, സാമുദായിക പ്രാതിനിധ്യം, സന്തുലിതാവസ്ഥയൊക്കെ പാലിക്കുമ്പോഴും ഈ ഈഴവ സമുദായത്തിനോടുള്ള ഈ ഒരു ചിറ്റമ്മ നയം എന്തുകൊണ്ടാണ്? ഒരു ചിറ്റമ്മ നയമില്ല. നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ അടൂർ പ്രകാശല്ലേ UDFന്റെ കൺവീനർ. അല്ല, അടൂർ പ്രകാശിനെ ആക്കിയത് തന്നെ ഈ പറയുന്ന ഒരു കോമ്പൻസേഷൻ പാക്കേജിന്റെ ഭാഗമാണെന്നാണ്. അങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു. ആക്കിയാൽ നിങ്ങൾ പറയാം അത് കോമ്പൻസേഷൻ പാക്കേജിന്റെ ഒരു MLA മാത്രം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ 2 MP-മാരുണ്ടായിട്ട് പോലും അവരിൽ ഒരാളെ UDF കൺവീനർ ആക്കി എന്ന് പറയാമല്ലോ. ഒരു MLA ഉള്ള K. ബാബു, അദ്ദേഹം ഡെപ്യൂട്ടി ലീഡറാണ്, ലെജിസ്ലേച്ചർ പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡറാണ്. ഇതിലൊരു അപാകത കാണുന്നില്ല. കോൺഗ്രസ് പാർട്ടി എല്ലാ സമുദായങ്ങളെയും പരിഗണിച്ചുകൊണ്ട് വളരെയധികം സന്തുലിതാവസ്ഥയിലാണ് പാർട്ടി സംഘടന മുന്നോട്ട് പോകുന്നത്. അതുപോലെ UDF അധികാരത്തിൽ വന്നാൽ ഒരു ജാതി സെൻസസ് നടത്തുമോ? അത് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അല്ല, അതൊരു നടത്തണം എന്നുള്ളതാണ് ആ സമയത്ത് അതൊക്കെ കുറച്ചും കൂടെ ലേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതൊരു പാർട്ടി പോളിസി അല്ല, അത് ആലോചിച്ചിട്ടില്ല. ആ വിഷയം ആലോചിച്ചില്ല. നേരത്തെ ചോദിച്ചതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ചോദിക്കുകയാണ്. പൊളിറ്റിക്കലി സ്പീക്കിംഗ്, ഈ 2026 ഇലക്ഷൻ വരുമ്പോൾ ഈ പറയുന്ന ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള നേതാക്കളുടെ അഭാവം സ്വാഭാവികമായിട്ടും മറുവശത്ത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ബിന്ദു കൃഷ്ണ ഏത് കമ്മ്യൂണിറ്റിയാ? ഞാൻ കമ്മ്യൂണിറ്റി വെച്ച് പറയുന്നതല്ല. MLG എന്ത് കമ്മ്യൂണിറ്റിയാ? നമ്മൾ ഈ MLA-മാരുടെയും MP-മാരുടെയും ജനപ്രതിനിധികളുടെയും MLA-മാരുടെ കാര്യമാണ് പറയുന്നത്. ശരി, അതിന് നിങ്ങൾ ആ പ്രയാസമാണെങ്കിൽ അത് പരിഹരിക്കും. ഈ KPCC പ്രസിഡന്റ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? അത് പാർട്ടി തീരുമാനിക്കട്ടെ. ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് മത്സരിക്കണമെന്നുള്ളത് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും. അതുപോലെ നിലവിലുള്ള MP-മാരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അതും പാർട്ടി തീരുമാനിക്കട്ടെ. പാർട്ടി എന്ന് പറയുന്നത് പ്രസിഡന്റ് കൂടി ഉള്ള പാർട്ടി. ഞാൻ മാത്രമല്ല, എന്നെ നിങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു. ഞാൻ മാത്രമല്ല, പാർട്ടിയുടെ ഏറ്റവും നല്ല പെർഫോമേഴ്സിൽ ഒരാളാണ് സണ്ണി വക്കീൽ.
പിന്നെ PC വിഷ്ണുനാഥ്, ഇങ്ങനെ കുറച്ച് പേര്. ആ. പിന്നെ ഒരു ആളുള്ളത് പ്രതിപക്ഷ നേതാവാണ് കേരളത്തിന്റെ ഷാഫി, റോജിയുണ്ട്, ഇങ്ങോട്ട് പോയി. ഷാഫി പോയി, റോജിയുണ്ട്, ബാലുണ്ട്, സിദ്ദിഖുണ്ട്, കൊൾനാടനുണ്ട്, വിൻസെന്റ് ഉണ്ട്. കുഴൽനാടനെ വേണ്ട രീതിയിൽ പാർട്ടി ഉപയോഗിക്കുന്നില്ല. ഇനിയിപ്പോ ഞാൻ തന്നെ പറഞ്ഞിട്ടാ നിങ്ങൾ കൊൾനാടന്റെ പേര്. അല്ല, അതുകൊണ്ടല്ല, കുഴൽനാടനാണ് പിണറായിക്കെതിരെ ഏറ്റവും ശക്തമായിട്ട് അസംബ്ലിയില് ഇല്ല, കൊൾനാടൻ ഈസ് ആൻ അസറ്റ് ഫോർ ദ പാർട്ടി, ലേണർ ബ്രദർ, അഡ്വക്കേറ്റ്. ഈ യുവ MLA-മാരുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ നിയമസഭ ഈ നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് ഇപ്പൊ ഒരു വലിയ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അതെ, ഞാൻ അതാണ് ചോദിക്കുന്നത്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അതിലൊന്നും ഒരു തരത്തിലും ഒരു വിഷയം വന്നില്ല. മാധ്യമങ്ങൾ ചില കാര്യങ്ങളിൽ ഹൈലൈറ്റ് ചെയ്തെങ്കിൽ പോലും അങ്ങനെ ഒരു ദോഷം വരുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, അദ്ദേഹത്തെ ശാസിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. ശാസിച്ചു കാണോ? ഇല്ലില്ല. കോൺഗ്രസിന്റെ ഒരു കോൺഗ്രസിന്റെ ഒരു യുവ MLA പാതിരാത്രിയിൽ പോയിട്ട് UDF ചേരാൻ നിൽക്കുന്ന PV അൻവറിനെ പോയി കാണുന്നു, എന്നിട്ട് താങ്കൾ ശാസിച്ചില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ശാസിക്കുക എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, നേതൃത്വത്തിന്റെ നിർദ്ദേശം ഞാൻ അനുസരിച്ചു, എനിക്ക് പാളിച്ച വന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞാൽ ദാറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ. അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ ഇത്തരം ഒരു പ്രിവിലേജ് ഉണ്ട് അല്ലേ ബാക്കി MLA-മാരെ? പ്രിവിലേജ് അല്ല, ഞാൻ അതിനെ വിശേഷിപ്പിച്ചെന്നാണ്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തൊടാൻ കഴിയാത്ത ഒരു പ്രിവിലേജ് അല്ല, ഞങ്ങളതൊരു പുള്ളിക്കൊക്കെ പ്രിവിലേജ് അല്ല, ഇതൊരു പരിഗണനയുണ്ട്. അത് VD സതീശന്റെ സ്വന്തം ആളാണെന്നുള്ള ഒരു പരിഗണനയാണോ? എല്ലാവരുടെയും സ്വന്തം ആളാണ്, എൻ്റെ അതിനേക്കാളും സ്വന്തം ആളാണ്. പാർട്ടിയിൽ പുതിയ ആക്സസ് വരുന്നു എന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ. അതായത് A ഗ്രൂപ്പ് I ഗ്രൂപ്പ് ഒക്കെ പോയിട്ട് ഇപ്പൊ ഒരു സതീശൻ നിങ്ങൾ അത് വളരെ തെറ്റിദ്ധാരണ എടുത്താലാണ് നടക്കില്ല. വേറൊരു സബ്ജക്ട്, നമ്മൾ 2021 ഇലക്ഷനിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിലൊരു മുഖ്യ അജണ്ടയായിരുന്നു ഈ ആചാര സംരക്ഷണ നിയമം കൊണ്ടുവരും എന്നുള്ളത്. 26-ലും അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാനൊരു പ്ലാൻ ഉണ്ടോ? അത് ആലോചിക്കണം, എന്റെ മുമ്പിലേക്ക് അത് വന്നിട്ടില്ല. അല്ലാതെ 21-ൽ വർക്ക് ചെയ്യാത്ത ഒരു പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പഠിക്കണം. പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്. പഞ്ചായത്ത് ഇലക്ഷനിൽ എന്താണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി? എന്താണ് ഒന്നാമത് പഞ്ചായത്ത് ഇലക്ഷനിൽ പറയാനുള്ളത്? ഇന്ന് എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ട. പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ ഗവൺമെന്റ് ഭരണ ദുസ്വാധീനത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ അട്ടിമറിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? പോളിംഗ് ബൂത്തുകളുടെ വോട്ടർമാരുടെ എണ്ണം 1300. അതെവിടെയാണ് 1300? ഗ്രാമപഞ്ചായത്തുകളിലാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ വരുന്ന പ്രശ്നം എന്താ? 3 വോട്ട് ചെയ്യണം. അസംബ്ലി നിലമ്പൂർ 263 പോളിംഗ് സ്റ്റേഷനുണ്ട്. അപ്പോൾ ഒരു സ്റ്റേഷനിൽ 1000, അതിൽ കൂടുതൽ വോട്ടർമാരില്ല. 1300 വരെ വോട്ടർമാർ വന്നു കഴിഞ്ഞാൽ അവർ 3 ജില്ലാ പഞ്ചായത്തിന്, ഗ്രാമപഞ്ചായത്തിന്, ബ്ലോക്ക് പഞ്ചായത്തിന് വോട്ട് ചെയ്യണം. ഇത്രയും അസൗകര്യമായിട്ട് ഞങ്ങൾ ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് തിരുത്തണം. ഗവൺമെന്റ് അല്ല കേട്ടോ, ഇലക്ഷൻ കമ്മീഷൻ ഈസ് റൺ ബൈ ദ ഗൈഡഡ് ബൈ ദ ഗവൺമെന്റ്. ദാറ്റ് ഈസ് വൈ. ഞാൻ സ്റ്റേറ്റ് ഗവൺമെന്റിനെ കുറിച്ച് ഇലക്ഷൻ കമ്മീഷന് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്തെങ്കിലും തീരുമാനമുണ്ടോ? വാർഡുകൾ വെട്ടിമുറിച്ചിരിക്കുന്ന അങ്ങനെ അശാസ്ത്രീയമായിട്ട് കാലിനൊപ്പിച്ച് ചെരുപ്പ് മുറിക്കുന്നതിന് പകരം ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിച്ചിരിക്കുകയാണ് വാർഡുകൾ അശാസ്ത്രീയമായിട്ട്. ഹിയറിംഗ് പ്രൊഫസറായിരുന്നു. ഇന്നലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഹിയറിംഗ് പോലും നടന്നിട്ടുണ്ട്. ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ പ്രഹസനമായിരുന്നു. എന്തായിരിക്കണം ഡിലിമിറ്റേഷൻ? ഡിലിമിറ്റേഷനെ കുറിച്ചുള്ള എല്ലാ വ്യവസ്ഥകളും കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. നമ്മളത് കോടതിയിൽ പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് കോടതിക്ക് അതിൻ്റെ അകത്ത് നിയമപരമായ പരിമിതിയുണ്ട്. കുറേ പേര് കോടതിയിൽ പോയിട്ടുണ്ട്. നമുക്ക് ജനറലായിട്ട് പോകാൻ പറ്റില്ല. ഇൻഡിവിജ്വൽ പഞ്ചായത്തുകളാണ് കോടതിയിൽ പോകേണ്ടത്. പോയ പലർക്കും റിലീഫ് കിട്ടിയിട്ടുണ്ട്. കോടതി പറഞ്ഞിട്ടുണ്ട്, കോടതിയുടെ അൾട്ടിമേറ്റ് ഡിസിഷന് വിധേയമായിരിക്കും എന്ന് പല കേസുകളിലും പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷത്തെ ഏറ്റവും അടുപ്പമുള്ള നേതാവ് ആരാണ്? എന്തോ എനിക്കോ? എനിക്ക് കണ്ണൂരിലെ എല്ലാ നേതാക്കന്മാരുമായിട്ട് വലിയ അകൽച്ചയില്ല. അല്ല, അടുപ്പമുള്ള നേതാവ് അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് വലിയ അടുപ്പമില്ല. ശൈല ടീച്ചറായിരിക്കും. ഞങ്ങൾ തമ്മിൽ മത്സരിച്ചതുകൊണ്ട് ആദ്യത്തെ മത്സരത്തിൽ ശൈല ടീച്ചർ ഞാനും തമ്മിലാണ് നല്ല സൗഹൃദമുണ്ട്. ഈ കണ്ണൂര് നേതാക്കന്മാർക്ക് പൊതുവായിട്ടൊരു സ്വഭാവം ഉണ്ടോ? കോൺഗ്രസിലായാലും CPM ആയാലും അല്ല, ഒരു ഒരു സ്വഭാവം ഉണ്ടോ മലബാർ എന്നുള്ള നേതാക്കന്മാർ? അങ്ങനെ ഞാൻ കണക്കൂട്ടുന്നില്ല. അങ്ങനെ കണ്ണൂർ മാത്രമായിട്ടൊരു സ്പെസിഫിക്കേഷൻ ഇല്ല. എനിക്ക് കണ്ണൂരിലെ എല്ലാ പാർട്ടിയായിട്ട് കേരളമുള്ള ലീഡർഷിപ്പ് സൗഹൃദമുണ്ട്. നേരത്തെ ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഈ സാധാരണഗതിയിൽ ഈ കഴിഞ്ഞ കെ സുധാകരൻ വരെ വളരെ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു നേതാവ് വന്നിട്ട് KPC ചീഫ് ആകുകയാണ് ചെയ്യാറ്. ഇപ്പോൾ സണ്ണി ജോസഫ് വരുന്ന സമയത്ത് തങ്ങളുടെ മുതിർന്ന നേതാവാണ്, പക്ഷെ ഒരു ലോ പ്രൊഫൈൽ നേതാവ് വന്നിട്ട് KPCC ചീഫ് ആകുന്നു. ഈ ഒരു മാറ്റം ഏതെങ്കിലും രീതിയിൽ അത് പ്രകടമാകുന്നു? ഞാൻ തന്നെ ചോദിച്ചായിരുന്നു 2-3 ആളോട്, എൻ്റെ പേര് പറഞ്ഞവരോട്, വെദർ ഐ ആം ഫിറ്റ് ഫോർ ഇറ്റ്. ഞാൻ വിഷ്ണുവിനോട് ചോദിച്ചു,
വിഷ്ണു അന്നേരം പറഞ്ഞത്, വിഷ്ണു എൻ്റെ സീറ്റിനടുത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്, എൻ്റെ പേര് വിഷ്ണു തന്നെ വക്കീലാകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. റോജി എൻ്റെ പേര് പറഞ്ഞു, റോജിയുടെ പേര് ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ റോജി ഇങ്ങോട്ട് വക്കീലാകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിഷ്ണുവിനോട് ചോദിച്ചോ, വിഷ്ണു പറഞ്ഞ വക്കീലെ അങ്ങനത്തെ ആളായിപ്പം വേണ്ടെന്ന് പറഞ്ഞു. പുള്ളി എക്സാമ്പിൾ പറഞ്ഞത് തെന്നല സാറിനെ കുറിച്ചാണ്. വക്കീൽ സജസ്റ്റ് ചെയ്ത് റോജിയുടെ പേര് അല്ല, ഞാൻ റോജിയുടെ പേരും ഉണ്ടായിരുന്നല്ലോ. അല്ല, ആൻഡ്രോയുടെ പേരും ഉണ്ടായിരുന്നു. ഞാൻ റോജി എൻ്റെ നിയമസഭയിൽ അടുത്തിരിക്കുന്ന പുറയിലിരിക്കുന്നു, തൊട്ട് പുറയിലിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആളിനോട് ഒരു പാർഷ്യാലിറ്റി അതുണ്ടാവും, സാമീപ്യത്തിന്. അതല്ലേ പറഞ്ഞു, വിഷ്ണു എൻ്റെ അടുത്തിരിക്കുന്ന, അപ്പം നമ്മൾ കുശലം പറയുന്നിടത്താണ് ഇതൊക്കെ വരുന്നത്. പാർട്ടി ഹൈക്കമാൻഡ് എന്തുകൊണ്ടായിരിക്കും താങ്കളെ ചൂസ് ചെയ്തത് എന്നാണ് അത് അവരോട് ചോദിക്കണം. താങ്കളുടെ വ്യക്തിപരമായ അസസ്മെന്റ് എന്താണ്? അത് ഞാൻ കേരളത്തിലെ, നീ ഇപ്പോൾ അങ്ങനെ ചോദിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിച്ചതിൽ നല്ല ശതമാനം ആളുകളും എൻ്റെ പേര് എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു സമവായത്തിൻ്റെ ആളെന്നുള്ള എൻ്റെ പേര് പലരും ഈ പറഞ്ഞ ആളുകളുടെ അഭിപ്രായം ചോദിച്ചതിൽ പലരും എൻ്റെ പേര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ KPCC ചീഫ് ആയതിനു ശേഷം, അത് ടേക്ക് ഓവർ ചെയ്യുന്നതിന് മുന്നേ താങ്കൾ ഡൽഹി പോയിരുന്നല്ലോ, താങ്കൾ പോയിരുന്നു. എന്തായിരുന്നു ACC ലീഡർഷിപ്പ് താങ്കൾക്ക് എന്നൊരു പ്രൈമറി മാൻഡേറ്റ് എന്താണ്? അവർ 2026 പ്രിപ്പയർ ചെയ്യുക, യുണൈറ്റഡ് ആയിട്ട് പാർട്ടിയെ കൊണ്ടുപോവുക. ഞാൻ തന്നെ രാഹുൽ ജിയോട് പറഞ്ഞു, ഞങ്ങളുടെ ഈ ടീമിന് വൈഡായിട്ടുള്ള അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വാക്ക്, നോട്ട് ബിക്കോസ് ഓഫ് മൈ മെറിറ്റ് ബട്ട് ബിക്കോസ് ഓഫ് ദ മെറിറ്റ് ഓഫ് ദ എൻ്റയർ ടീം എന്ന് തന്നെ പറഞ്ഞു. അവരത് വളരെ ശ്രദ്ധയോടെ കേട്ടു. ഈ ടീം വർക്കാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്, കരുത്ത്. യങ്സ്റ്റേഴ്സ് നന്നായിട്ടുണ്ട്, ഷാഫിയുണ്ട്, വിഷ്ണുവുണ്ട്, അനിൽകുമാറുണ്ട്, അടൂർ പ്രകാശുണ്ട്, ഇനിയും കൂടുതൽ ആളുകൾ വരും. അവരെല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ഒരു ടീം വർക്കാണ്. ഞാനതിൽ ഒരാൾ മാത്രമാണ്. നല്ല പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ്, നല്ല പ്രതിപക്ഷ നേതാവ്, കരുത്തനായ പ്രതിപക്ഷ നേതാവ്. ഒന്ന് നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷത്തെ ശക്തമായിട്ട് നയിക്കാനുള്ള കരുത്തും അതിനുള്ള അറിവും പാകവും പക്വതയും എല്ലാം പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി എങ്ങനെയുണ്ട്? കരുത്തനായ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഒരു ഏകാധിപത്യ മനോഭാവത്തിൻ്റെ ആളാണ്. നിയമസഭയ്ക്കകത്ത് പോലും അദ്ദേഹം പ്രതിപക്ഷത്തിനോടുള്ള പെരുമാറ്റം എന്താ? ഒരു മുഖ്യമന്ത്രി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പലപ്പോഴും ഭരണകക്ഷിക്കാരെ ഞങ്ങളുടെ അടുത്തേക്ക് വെല്ലുവിളിക്കാൻ അദ്ദേഹമല്ലേ പ്രേരിപ്പിക്കുന്നത്. നിങ്ങളോട് പത്രക്കാരോട് മറുപടി പറയുന്നുണ്ടോ? പത്രസമ്മേളനം നടത്തുന്നുണ്ടോ? പത്രസമ്മേളനത്തിൽ ചോദ്യം ചോദിക്കുന്നില്ലല്ലോ നിങ്ങൾ? ഒന്നുമില്ല. ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം എഴുന്നേറ്റ് പോകുന്ന സമയം ഒരു ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ കേട്ടില്ല. സതീശൻ എത്രയോ കേൾവിക്കാരനാണ്. സതീശൻ എത്രയോ ആളുകൾക്ക് വഴങ്ങിത്തരുന്നു. ഒരു ചോദ്യം കൂടി, കുറച്ചുകൂടി അസേർട്ടീവായ ഒരു KPCC പ്രസിഡന്റിനെ നമുക്ക് പ്രതീക്ഷിക്കാമോ ഫ്യൂച്ചറിൽ? ഡിപ്പെൻസ് അപ്പോൾ ഞാൻ പറയുന്നില്ല, എന്നെക്കുറിച്ച് ഞാൻ പറയുന്നേ ഇല്ല. അല്ല, അധികാരം എന്ന് പറയുന്നത് പ്രയോഗിക്കില്ല. ഒരിക്കലും ഞാൻ അധികാരം പ്രയോഗിക്കുന്ന KPCC പ്രസിഡന്റ് ആയിരിക്കുകയല്ല. ആണോ? ഞാൻ ആയിരിക്കുകയല്ല. ഞാൻ സഹകരണം തേടുന്ന KPCC പ്രസിഡന്റ് ആയിരിക്കും. എല്ലാവരുടെയും സഹകരണം തേടുന്ന KPCC പ്രസിഡന്റ് ആയിരിക്കും. ചുമതല നിർവഹിക്കുന്ന KPCC പ്രസിഡന്റ് ആയിരിക്കും. ഒന്നുകൂടി എംഫസൈസ് ചെയ്ത് പറഞ്ഞേക്കാം, ഞാൻ അധികാരം പ്രയോഗിക്കുന്ന KPCC പ്രസിഡന്റ് ആയിരിക്കുകയല്ല. ബട്ട് ഐ ഹാവ് ഒപ്പീനിയൻസ്.